Principal of Al-Shifa College of Arts and Science, Perindalmanna. He holds PhD and a postdoctoral fellowship in educational psychology from University of Kerala. In addition to his leadership role, he contributes academic research as an adjunct faculty and research guide at Martin Luther Christian University, Shillong. As a seasoned educationist, Dr. Kamaluddin KT brings with him extensive experience across school education, higher education, and teacher education. He has authored 8 academic books and has published many research papers in national and international publications. His expertise has been sought in educational projects across the Gulf countries where he has made significant contributions. He is also a frequent resource person for national and international academic forums, seminars, and capacity building programs. Widely recognized for his position and advocacy in the field of education, he is affectionately known as educational advocate in the academic circles of Kerala. Thank you. I invite Dr. Kamaluddin KT, Principal of Al-Shifa College of Arts and Science, to hand this session. Sir, please. തിരിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ വർഷം 14-നും 29-നും ഇടയിൽ പ്രായമുള്ളവരെയൊക്കെ കോമൺലി നമ്മൾ ജെൻസി എന്ന് വിളിക്കും. അവരുടെ പോപ്പുലേഷൻ, ജെൻസി പോപ്പുലേഷൻ നമ്മൾ നോക്കുമ്പോൾ 99% ഓഫ് ഈ ജെൻസി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് വെച്ചാൽ അവരുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്, സ്വന്തമായുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ആ ജൻസിയുടെ തൊട്ടടുത്ത ആൾക്ക് അതുണ്ട്. എപ്പോൾ വേണമെങ്കിലും നോക്കാവുന്ന ഒരാൾ അയാളുടെ അടുത്തുണ്ട്. മൂന്നാമത്തേത്, ലോകത്തിന്റെ മൊത്തം പോപ്പുലേഷനിലെ 26% ജൻസിയാണ് എന്നർത്ഥം. പിന്നെ ലോകത്തിലെ ഏറ്റവും ഡൈവേഴ്സ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇവരാണ്. ഭക്ഷണക്രമം വ്യത്യസ്തമായിരിക്കെ, ഭക്ഷണം, വസ്ത്രം എല്ലാം വ്യത്യസ്തമായിരിക്കെ ലോകത്തുള്ള മുഴുവൻ കുട്ടികളും ഒരേ കാര്യത്തിൽ ഒരുപോലെ ഇരിക്കുന്ന ഒരു ഡൈവേഴ്സ് പോപ്പുലേഷനാണ് ഇവ. ഫോണിന്റെ കാര്യത്തിൽ ലോകത്ത് എവിടെ പോയാലും കുട്ടികൾ ഒരുപോലെ ഇരിക്കും. ഇനി അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മൊബൈൽ ഫോണിനോടാണ് അവർക്ക് അനുരാഗവും പ്രേമവും, അതിനോടാണ് ഇഷ്ടം. സ്വന്തം അച്ഛനോ അമ്മയോ എന്നും വരുന്ന സമയത്ത് 2 മണിക്കൂർ വൈകി വന്നാലും അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല. പക്ഷേ മൊബൈൽ എങ്ങാനും 2 മിനിറ്റ് കാണാണ്ടിരുന്നാൽ വറിയിടാം അല്ലേ? അമ്മ നാളെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത് 2 മിനിറ്റ് വൈകിയാൽ ആകെ പ്രശ്നം. അവരെല്ലാ രഹസ്യവും കിടക്കുന്നത് ഈ സാധനത്തിലാണ്. റൊമാൻറ്റിസൈസിങ് മാത്രമല്ല, അവർക്ക് ഒരു ഇൻഫാറ്റുവേഷൻ ഉണ്ട്, അഥവാ വിഡ്ഢിപ്രേമം. ഇതതിൽ പാടില്ലാത്തതാണ്. അന്ധമായ പ്രേമമാണ് ഈ സാധനത്തോട് ഉള്ളത്. ഇനി നോക്കൂ, ഇനി ജെൻസി എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ ഇപ്പം എന്താണെന്നറിയോ? എന്താ ഉള്ളത്? ജെൻസി എന്ന് പറഞ്ഞാൽ ആകെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഫോണുമായി ലഹരി പിടിച്ച കുട്ടികളാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത പോവുകയില്ല. ഇതൊന്ന് വായിച്ചു നോക്കൂ. ഈ പ്രായത്തിലുള്ള മക്കളെ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കേണ്ട, ജെൻസി എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോണുമായിട്ട് നിങ്ങൾ പഠിക്കാൻ പോയാൽ ഈ പഠനം ഫ്രാഗ്മെന്റഡ് ആണ്, അപൂർണമാണ്, ഒന്നും നമുക്ക് കിട്ടില്ല. ജെൻസി എന്ന് പറയുന്നത് ഇത് കൊടുത്തിരിക്കുന്നത് എ പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലക്സ് ജനറേഷണൽ റിയാലിറ്റീസ്. ആ വേർഡ് വളരെ വളരെ ഡീപ്പാണ്. എ കോംപ്ലക്സ് ജനറേഷണൽ റിയാലിറ്റീസ്, ഒരുപാട് പ്രശ്നങ്ങളുടെ ആകത്തുകയാണിവ. മൊബൈൽ മാത്രം കണക്ട് ചെയ്ത് പഠിക്കരുത്. ആ പഠനം നമ്മുടെ മിസ്ലീഡ് ചെയ്യും, ഫ്രാഗ്മെന്റഡ് ആവും,
അവരെ നമുക്ക് ശരിയാക്കാൻ കഴിയില്ല. അവരെ ശരിയാക്കണമെങ്കിൽ ഈ ജനറേഷന്റെ കോംപ്ലക്സ് റിയാലിറ്റീസിനെ മനസ്സിലാക്കിയാലേ പറ്റൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് ജനറേഷൻസ് എന്നതിന്റെ പ്ലൂരലാണ് ഉപയോഗിച്ചത്. ഇവർ ഈ ഇൻഡസ്ട്രിയൽ ജനറേഷൻ എന്ന് പറഞ്ഞൊരു ജനറേഷൻ ഉണ്ട്, നിങ്ങളൊക്കെ അറിയുന്നതാണ് അല്ലെ. വ്യാവസായിക വിപ്ലവത്തിന്റെ 5ാം തലമുറയാണ് ഈ മക്കൾ അല്ലെ. വ്യാവസായിക വിപ്ലവം ഒന്ന് പഠിച്ചു നോക്കണമെങ്കിൽ ഒന്നുമില്ലാത്ത കാലത്ത് നിന്നും മനുഷ്യൻ പിടിച്ച് ഇപ്പോ ഈ ജെൻസി എന്ന് പറയുന്ന ഈ പ്രായക്കാർ വ്യാവസായിക വിപ്ലവത്തിന്റെ 5G ആണ്, 5ാം തലമുറ അല്ലെ. ആ 5ാം തലമുറയെ നമുക്ക് പറയാൻ പറ്റുന്നത്, 5ാം തലമുറ അതിനെ സ്പെസിഫിക് ആണെങ്കിൽ പറയുകയാണെങ്കിൽ അവരെ ജനറേഷൻ സർപ്ലസ് എന്ന് പറയാം. ജെൻസി ഈസ് ജനറേഷൻ സർപ്ലസ്. അങ്ങനെ പഠിച്ചു നോക്കൂ. എന്താണത്? എന്താണെന്ന് പറയുക? ജനറേഷൻ സർപ്ലസ്, 1ന് പകരം 12 എണ്ണം കൈ കിട്ടിയവർ, ഒരു പെൻസിൽ ചോദിച്ചപ്പോൾ 12 കൈ കിട്ടിയവർ, 3 നേരം മാംസാഹാരം കഴിക്കാൻ കിട്ടിയവർ, ഒരു വീട്ടിൽ ഒരു മുറി സ്വന്തമായി ലഭിച്ചവർ അല്ലേ. അപ്പൊ ഫോണിന്റെ മാത്രം പ്രശ്നമല്ല, വ്യാവസായിക വിപ്ലവത്തിന്റെ 5ാം തലമുറയായ ജനറേഷൻ സർപ്ലസിന്റെ പ്രശ്നം കൂടി ഇവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അതോടെ പഠിക്കട്ടെ. അപ്പൊ അവർക്ക് എന്താ പ്രശ്നമുള്ളത്? ഈ ജനറേഷൻ സർപ്ലസ്, ജെൻസി എന്ന് പറയുന്ന ജനറേഷൻ സർപ്ലസിന്റെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട പ്രശ്നം 5 പ്രശ്നം ഇവർക്കുണ്ട്. അത് ഫോണുമായി കണക്ട് ചെയ്യേണ്ടതല്ല, ടെക്നോളജിയുമായി കണക്ട് ചെയ്യേണ്ടതല്ല. ഒന്നാമത്തെ പ്രശ്നം, ദ പ്രോബ്ലം ഓഫ് പ്ലന്റി. എന്ത് കൊടുത്താലും സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റൂല അല്ലെ. ജീവിതത്തിലെ എന്ത് കൊടുത്താലും സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല. കാര്യം അവർക്ക് ദ പ്രോബ്ലം ഓഫ് പ്ലന്റി, എല്ലാം ഒരുപാട് കിട്ടിയവരാണ്. ആ പ്രശ്നം അവർക്കുണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് രണ്ടാമത്തിന് പറയാം ദ പ്രോബ്ലം ഓഫ് ചോയ്സസ്. ചോയ്സിന്റെ പ്രശ്നം ഈ കുട്ടികൾക്കുണ്ട്. ചോയ്സ് ഒരു പ്രശ്നമാണ് അല്ലെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് FIUGP വന്നപ്പോ ക്വസ്റ്റ്യൻസിനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ പറഞ്ഞു, ഓപ്ഷൻ കൊടുക്കരുത്, ചോയ്സ് കൊടുക്കരുത്, ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കൊടുത്തിട്ട് അതിന്റെ ഉത്തരം അങ്ങോട്ട് കിട്ടണം, അപ്പോഴേ സ്റ്റാൻഡർഡൈസ്ഡ് ആവൂ എന്ന് ചർച്ച വന്നപ്പോ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആയുള്ള ആളുകളൊക്കെ തലയ്ക്ക് വെച്ചു, ചെയ്തേക്കരുത്, ചോയ്സ് കൊടുക്കണം, 2 കൊടുത്തതിന് 5 കൊടുക്കുക എന്നല്ലാതെ ചുരുക്കരുത്. എന്താ കാര്യം അറിയോ? അവർ ഒരു ചോദ്യം കൊടുത്തിട്ട് ഇതെനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പരീക്ഷ എഴുതാതെ ഇറങ്ങിപ്പോകും, അൺമൈൻഡ്ഫുൾ ഓഫ് കോൺസിക്വൻസസ്. ഒറ്റ ചോദ്യം ചോദിക്കുന്നു, ഞാൻ എഴുതൂല. 5 എണ്ണം കൊടുത്താലോ ഇത് ന്യായം, 1 ഞാൻ എഴുതാം. The problem of choice. ആ ചോയ്സിന്റെ പ്രശ്നം, അത് ഫോണും തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പൊ ജെൻസിയെ അങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയി അടർത്തി മാറ്റി ഫോണുമായി ബന്ധപ്പെട്ട് മാത്രം പഠിച്ചാൽ നമുക്ക് കോളേജിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ സാധിക്കില്ല അല്ലെ. ചോയ്സ് രാവിലെ തുടങ്ങുന്നതാണ്. എന്താ രാവിലെ തുടങ്ങുന്നത്? നമ്മളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾക്കും കുട്ടി കിട്ടുമ്പോൾ കഴിച്ചോളാൻ പറയും, എല്ലാവരും കഴിച്ചു പോകും. ഇന്നാണെങ്കിലോ ഒരു കുട്ടി പറയും എനിക്ക് കുട്ടി വേണം, മറ്റേ കുട്ടി വേണം, ഉപ്മാവ് വേണം. ഇത് പറയാൻ ഈ ജെൻസിക്ക് മടിയില്ല, അത് ഉണ്ടാക്കി കൊടുക്കാൻ അപ്പുറത്തെ വലിയ കഴുതകൾക്ക് മടിയില്ല അല്ലെ. രാവിലത്തെ ആദ്യത്തെ ഭക്ഷണം കഴിക്കുന്നതിൽ തൊട്ട് ചോയ്സ് അനുഭവിക്കുന്നവരാണിവർ. അപ്പൊ ആ ചോയ്സിന്റെ പ്രശ്നം കൂടെ ഉണ്ടാവും. ക്ലാസ് റൂമിലും അങ്ങനെ തന്നെയാണ്. യു ഹാവ് ടു ഗിവ് ദം ചോയ്സ്. ഡു ദിസ്, എയ്തർ ഡു ദിസ് വൺ ഓർ ദാറ്റ്. ഇത് ചെയ്യാവോ, ഇത് ചെയ്ത് വരണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഒരൊറ്റ നോട്ടാണ്. ബോഡി ലാംഗ്വേജ് പറയും, ചെയ്യൂല ടീച്ചറെ അല്ലെ. അതേ സാധനം എന്ത് പറയണം? ഒന്നുകിൽ ഇത് ചെയ്യേ അല്ലെങ്കിൽ ഇത് ചെയ്തോ. അത് ടീച്ചർ തന്നെയാണ്, ഞാൻ ചെയ്തോളാം. ഇതൊരു പ്രശ്നമാണ്. ഇനി ഫിനാൻഷ്യൽ ലിറ്ററസി. എന്താ ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലേ? അങ്ങനെയാണ് എല്ലാ ദിവസവും പൈസ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കണം. പൈസ താ, ഇത് എവിടുന്നാ വരണമെന്നോ ഇത് എവിടുക്ക പോകണമെന്നോ ഇത് കിട്ടാൻ എത്ര പാടുണ്ടെന്നൊന്നും ഓൽക്കറിയില്ല. ഈ 4 എണ്ണവും തിരിച്ചറിയില്ല. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ആർഭാടം. ഒരു മനുഷ്യന് 13 വയസ്സാകുമ്പോൾ ഇത് 4ഉം തിരിയണ്ടേ? ഇതും ഫോണും തമ്മിൽ ബന്ധമുണ്ടോ? നോ.
ഇതും അവരെ ഫോണും തമ്മിൽ കണക്ട് ചെയ്ത് ജെൻസി അങ്ങനെ പഠിക്കാൻ കഴിയില്ല. ജനറേഷൻ സർപ്ലസിന്റെ ഫിനാൻഷ്യൽ ലിറ്ററസി ഇതിന്റെ ഇടങ്ങേർ അറിയില്ല. സ്പെൻഡിങ് ബിഹേവിയർ അറിയുള്ളൂ, സേവിങ് ബിഹേവിയർ അറിയില്ല, ഇത് എടുത്തു വെക്കാൻ അറിയില്ല, ഇതെങ്ങനെ ചെലവാക്കാന്നേ അറിയുള്ളൂ. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. എന്താ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ? ഇപ്പൊ വിചാരിച്ച സാധനം എനിക്കിപ്പോ കിട്ടണം. ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങും. ഫോൺ തന്നിട്ടില്ലെങ്കിൽ കാലം കടിക്കും, അതാണ് കൊടുക്കും. ഇൻസ്റ്റന്റ്ലി ഗ്രാറ്റിഫൈഡ്. എന്താ വേണ്ടത്? ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് എന്നിലേക്ക് വരാൻ കുറച്ചു കാലം കാത്തിരിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ നൽകുന്ന ഒരു കരുത്തുണ്ടാകും അല്ലേ? ഇതിപ്പോഴും വിചാരിച്ചത് ഇപ്പോൾ നടക്കണം. അതും ജെൻസിയുടെ ടെക്നോളജിയും തമ്മിൽ ബന്ധപ്പെട്ടതല്ല. അവസാനത്തതാണ് ഡിസിഷൻ ഫറ്റീഗ്. എന്താ ഡിസിഷൻ ഫറ്റീഗ്? എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്നെക്കാൾ തീരുമാനമെടുക്കാൻ പറ്റിയ വേറൊരാളുണ്ടാവുമല്ലോ. സ്വന്തം കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ കുട്ടികൾക്കുണ്ട്. അത് ചെറിയ ക്ലാസ്സിൽ നിന്ന് തുടങ്ങും അല്ലേ? ചെറിയ ക്ലാസ്സിൽ തുടങ്ങും. 4ാം ക്ലാസ്സിൽ ഒരു കുട്ടീനെ നിങ്ങൾ ആലോചിച്ചോ അല്ലേ? 4ാം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ അവസ്ഥ എന്താ? എന്നേക്കാൾ ബുദ്ധി ഉണ്ടാകും കുട്ടിക്ക് അല്ലേ? എനിക്ക് മൊബൈലിൽ അലാം വെക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നിനും അറിയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ 4 വയസ്സുകാരനായ എൻ്റെ കുട്ടിയുടെ അടുത്ത് കൊടുത്താൽ ഇതൊക്കെ സോൾവ് ചെയ്ത് തരും. ടെക് ജീനിയസ്, കോംപ്ലിക്കേറ്റഡ് ബ്രെയിൻ പാറ്റേൺ, അത്ഭുതകരമായ ബ്രെയിൻ പാറ്റേൺ ആണ് ഇവർക്കുള്ളത് അല്ലേ? പക്ഷേ ഇവരുടെ ഡിസിഷൻ പറ്റികൾ വെക്കണം. അത്രയൊക്കെ കഴിവുള്ള കുട്ടി സ്കൂളിൽ ചെന്നിട്ട് അവന് മൂത്രമൊഴിക്കാൻ മുട്ടിയെന്ന് വെച്ചോ, അവൻ എന്താ ചെയ്യേണ്ടത്? മൂത്രമൊഴിക്കാൻ മുട്ടി അവൻ ചെയ്യേണ്ടത് എണീറ്റ് നിന്നിട്ട് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയണം. ഇതൊരു പറയാൻ പറ്റുന്നില്ല, അടുത്തോനെ തോണ്ടിയിട്ട് പറയണം നീ പറയാതെ. അപ്പൊ അവങ്ങനെ എണീക്കും അല്ലെ? അവനിങ്ങനെ എണീക്കണം. ഇവന് ഡിസിഷൻ പറ്റിയിട്ടുണ്ട്. ഓന്റെ കാര്യം ഓനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് വേറൊരാൾ വേണം എന്നുള്ള ഒരു ഫറ്റീഗ് ഈ തലമുറയുടെ ഒരു പ്രശ്നമാണ്. അഥവാ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലെ 5ാം തലമുറയിൽ സംഭവിച്ച പ്രശ്നങ്ങളും കൂടെ ചേർന്നതാണ് ജെൻസിയുടെ പ്രശ്നങ്ങൾ. ഇനി രണ്ടാമത്തത് കൾച്ചറൽ ജനറേഷനിലാണ് ഈ പറയുന്ന ജെൻസിയെ നമുക്ക് എണ്ണാൻ പറ്റും. കൾച്ചറൽ ജനറേഷൻസ്, ജീവിതത്തിന്റെ കൾച്ചറിൽ വന്ന മാറ്റം, അതിലെ 4ാം തലമുറയാണ് അവർ അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ആരാണ് ഈ ബേബി ബൂമേഴ്സ്, ജനറേഷൻ എക്സ്, മില്ലനിയൽസ് ആൻഡ് ജെൻസി? ജീവിതത്തിന്റെ കൾച്ചറിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരെ ജെൻസി ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ആ ജെൻസി ആയിട്ട് തിരിക്കുമ്പോൾ ഇവരെ നമ്മൾ പറയുന്നതാണ് ജനറേഷൻ ഹൈബ്രിഡ്. ഒന്ന് മനുഷ്യന്മാർക്ക് ഇടയിൽ ഇങ്ങനെ നിൽക്കും, പെട്ടെന്ന് കാണാൻ ഓരോ ലോകത്ത് ഒറ്റക്ക്, ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കും. ഇവിടെ ഇതിൽ തന്നെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ. ഇതൊക്കെ നടക്കുമ്പോഴും ഓരോ ലോകത്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഹൈബ്രിഡ് ജനറേഷൻ ആണ്. ആദ്യം കുറച്ചു നേരം ഇങ്ങനെ മനുഷ്യന്മാരുമായി ഇടപഴകും, പിന്നെ അവർ സ്വന്തം ലോകത്തിലേക്ക് വേറെ ലോകം അവർ സ്വന്തമായി സൃഷ്ടിക്കും. ഈ ഹൈബ്രിഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളെ നമ്മൾ ഇങ്ങനെ ചൂണ്ടാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ മാത്രം ഇങ്ങനെ ചൂണ്ടിയിട്ട് കാര്യമില്ല, എല്ലാവരും ഇതിൽ പെടുന്നതാണ്. ഉമ്മമാർ, ചെറിയ കുട്ടികൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട്. ബേബി സിറ്ററായി ടെക്നോളജി ലോകം മുഴുവൻ ഉപയോഗപ്പെടുത്തുന്നു, ഉറപ്പാണ്. എന്താ അത്? 2 വയസ്സുള്ള ഒരു കുട്ടിയെ അല്ലേ, 2 വയസ്സുള്ള ഒരു കുട്ടിയെ 3 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായെന്ന് വെച്ചോ, അമ്മക്ക് അടുക്കളയിൽ പോകണം അല്ലെ? കുട്ടികൾ അനങ്ങൂല. എന്ത് ചെയ്താൽ മതി? മൊബൈലാണ് ഇരുത്തിക്കൊള്ളണം. പിന്നെ വന്ന് വലിച്ചടിച്ചാലേ കൊടുക്കുള്ളൂ. ആ സ്റ്റഡികളൊക്കെ വായിച്ചു നോക്കും, എന്താ പറയുന്നത്? ഏറ്റവും ലേറ്റസ്റ്റ് കുട്ടികൾ എങ്ങനെ ഈ ടെക്നോളജിയെ പോസിറ്റീവ്ലി എങ്ങനെ വീടുകളിൽ ബേബി സിറ്ററായി ഉപയോഗിക്കുന്നു എന്നതാണ്. കുട്ടികളും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആരാ? രണ്ടാമത്തെ സ്റ്റഡിയാണ്. ആ സ്റ്റഡി ഒന്ന് പോയി നോക്കിയേ. ഇപ്പോ വയസ്സന്മാരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിൽ ടെക്നോളജി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ ഒരാൾ വയസ്സായി കിടന്നാൽ നമുക്ക് വല്ല സ്വൈരം ഉണ്ടാവും. നിങ്ങൾ പറയും, വഴക്ക് പറഞ്ഞു, നിരങ്ങിയിട്ടും മൂളിയിട്ടും ഭയങ്കര ഇടങ്ങാറാണ്. ഇപ്പൊ വയസ്സന്മാരൊന്നും പ്രശ്നക്കാരാ, ഭയങ്കര അച്ചടക്കാണ് അല്ലെ? ഇങ്ങനെ കിടന്ന് ഇത് മാന്തി നുള്ളിയിട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഓരോറ്റക്ക് തന്നെ ചിരിക്കണമെങ്കിൽ കാണാം. എക്സ്ട്രാ ഓർഡിനറിലി സാറ്റിസ്ഫൈഡ്, ഭയങ്കര ഹാപ്പിയാണ്. ഇതെന്താ നിങ്ങൾ കാണാത്തത് അല്ലെ?
നമ്മളാകെ പ്രശ്നം കാണുന്നത് ഈ യുവാക്കളിലേ ഉള്ളൂ. ഇനി ഏത് ഏരിയയിലാണ് ഇത് ഉപയോഗിക്കാത്തത്? ഇതേ നോക്കൂ, ഏറ്റവും അവസാനം ഉപയോഗിച്ചത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ടെക്നോളജിയുടെ സഹായത്തോടെ ഒരു വിധി പാസ്സാക്കണം. ഇവിടെ നമുക്കൊക്കെ അറിയാം. ആരാ? ഗ്രീഷ്മ, കഷായ ഗ്രീഷ്മ എന്നാ പറയാ അല്ലേ? അതെ. ഗ്രീഷ്മ എന്താ ചെയ്തതെന്നറിയോ? ഭർത്താവിനെ കൊല്ലുകയാണ് ചെയ്തത്. ഒരാളെ ഭർത്താവിനല്ല, കാമുകനെ കൊല്ലുകയാണ്. കൊന്നാല്, ഒരു മനുഷ്യനെ കൊന്നാൽ അവന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ എവിഡൻസ്, കോൺക്രീറ്റ് എവിഡൻസ് വേണം. നേരിട്ട് ഒരാൾ കാണുകയോ കൃത്യമായ തെളിവില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിധി നിർണ്ണയിക്കാൻ പറ്റില്ല. പക്ഷെ ആദ്യമായിട്ടാണ് കോൺക്രീറ്റ് എവിഡൻസ് ഇല്ലാതെ ടെക്നോളജിക്കൽ എവിഡൻസ് വെച്ചിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിൽ അയാൾ എഴുതിയ വർത്താനം എന്താണെന്നറിയോ? അതിലൊരു വാചകമാണ്, ദ ഗോഡ് ഇൻ ദ ക്ലൗഡ് സേവ് ദ ഡാറ്റ ഓഫ് ക്രൈം. അവൾ ചെയ്ത പാപം ആരും കാണണ്ട, ക്ലൗഡിലെ ദൈവം കണ്ടിട്ടുണ്ട്. അതാരാ? ഗൂഗിൾ. 54 തവണയാണ് പാരസെറ്റാമോൾ ഇത്ര പ്രായമുള്ള, ഇത്ര കനമുള്ള ഒരാൾക്ക് ഇത്ര ഡോസിൽ ഇത്ര ദിവസം നിരന്തരം കൊടുത്താൽ ഒരാളെ കൊല്ലാമെന്ന് അവൾ പഠിച്ചതിന് ഗൂഗിള് കണ്ടിട്ടുണ്ടല്ല. ദ ഗോഡ് ഇൻ ദ ക്ലൗഡ് സേവ് ദ ഡാറ്റ ഓഫ് ക്രൈം എന്ന് വെച്ചാൽ ഈ ടെക്നോളജി എന്ന് പറയുന്ന സാധനം എല്ലാവരും ഉപയോഗിക്കുന്നു. അതിൽ നമ്മുടെ ഈ പറയുന്ന ജെൻസി ഉപയോഗിക്കുന്നു. അവർക്ക് നമ്മൾ കാണുന്ന അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന്റെ പോസിറ്റിവിറ്റി എങ്ങനെ ഉപയോഗിക്കണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇത് മിഷൻ ഇമ്പോസിബിൾ. ഈ കുട്ടികൾ ഫോൺ ഉപയോഗിക്കണം, അത് വെട്ടങ്ങൾ നടക്കണ്ട, അത് നടക്കാത്ത കേസാണ്. നമ്മൾ അധ്യാപകർക്കുള്ള ഒരു പ്രശ്നം ഇതാണ് അല്ലേ? ഇതെങ്ങനെ വലിച്ചിട്ടിട്ട് ഓരോട് യുദ്ധത്തിന് പോവാണ്. ഈ കുട്ടികൾ മൊബൈലിന് അഡിക്റ്റ് ആണ്, അതുപോലെ അതിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചങ്ങല മുറിക്കാൻ നിൽക്കരുത്, നടക്കാത്തതാണ്. ഈ തലമുറ എങ്ങനെ പോകുള്ളൂ. അതിന്റെ പോസിറ്റിവിറ്റി എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. പിന്നെ ഇനി നമ്മളത് കോളേജിലേക്ക് വരുമ്പോൾ അക്കാഡമിക് ജനറേഷനിലെ 3G ആണ് ഇവർ. 3ാം ജനറേഷനാണ്. ഏത് അക്കാഡമിക് ജനറേഷൻ? ഞാനൊക്കെ പഠിച്ചത് ആനുവൽ സിസ്റ്റത്തിലാണ് അല്ലേ? വർഷം പരീക്ഷ ഉണ്ടാവുക. എന്തൊരു സുഖാന്നറിയോ? കോളേജ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാം. അവസാനം ആകുമ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു 10 ദിവസം പഠിച്ച് നമ്മൾ പരീക്ഷ എഴുതി മര്യാദക്ക് ഇറങ്ങും. ഇത് കുട്ടികൾക്ക് വല്ല സ്വൈരം ഉണ്ടോ? നിങ്ങൾ പറയും. ഒരു സ്വൈരമില്ല. വർഷം മുഴുവൻ പരീക്ഷ. ടീച്ചർമാർക്ക് വല്ല സ്വൈരം ഉണ്ടോ? ഇല്ല. എല്ലാവരും സീനിയർ ക്ലർക്കാണ്. ടീച്ചർമാർക്ക് ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റില്ല, എല്ലാം ക്ലർക്കാണ് അല്ലേ? ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് രണ്ടാമത്തെ അക്കാഡമിക് ജനറേഷനാണ് ഈ പറയുന്ന ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം. 2 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ അവരെ കൊണ്ടുവന്നിട്ട് ഞാൻ 3ാമത്തെ ഒരു സാധനമാണ് ഏത്? FIUGP. ഇതെന്താണെന്ന് കുട്ടിക്കും അറിയില്ല, ഇത് പഠിപ്പിക്കണ സാറന്മാർക്കും നേരെ തിരിയില്ല, ഇത് പറയുന്ന ഗവൺമെന്റിനും അറിയില്ല എന്താ പ്രൊജക്ട് ചെയ്യാൻ. കുറുക്കനാമെ കിട്ടിയ പോലെ അങ്ങനെ ഇരിക്കണം. കൃത്യമായിട്ട് എങ്ങനെ ഇത് ഒന്ന് അവസാനിപ്പിക്കണം എന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ്. ആ പേരും ഇതൊക്കെ കണ്ടാൽ എന്താ സാധനം തോന്നും. ഇതൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴും നമ്മൾ ഇവർക്ക് പേര് വിളിക്കും, ജയിച്ചിട്ടും തോറ്റവർ. ഓൻ എഴുതാനും അറിഞ്ഞൂടാ, വായിക്കാനും അറിഞ്ഞൂടാ അല്ലേ? ആനുവൽ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി ഭയങ്കരമായിരുന്നു. ഉറപ്പാണ്. നമ്മളൊക്കെ ആനുവൽ സിസ്റ്റത്തിൽ പറഞ്ഞു, അതുകൊണ്ടല്ലേ ഇവിടെ നിൽക്കുന്നത് അല്ലേ? ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ആനുവൽ സിസ്റ്റം. അത് കഴിഞ്ഞ് സെമസ്റ്ററിലേക്ക് മാറുന്നു. അപ്പോൾ ഒന്നുകൂടെ അത് താഴോട്ട് പോയി. ഇനി പറയാനില്ല, ഇനി നമ്മൾ കണ്ടറിയണം. ട്രയൽ ആൻഡ് എററാണ്. ഇതൊന്ന് പരിശോധിച്ച് പോവുക. ഈ 3ാമത്തെ തലമുറ FIUGP എത്തിയപ്പോൾ ഈ തലമുറയെ നമ്മൾ പറയുന്ന പേരാണ് ഏത്? പോസ്റ്റ് പാൻഡമിക് ജനറേഷൻ. കോവിഡ് അനന്തര തലമുറക്ക് കുറെ പ്രശ്നം, അതും കൂടെ ചേർന്നതാണ് ഇവന്റെ പ്രശ്നം. ആരുടെ? ജെൻസിയുടെ. അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഇത് മാത്രം നോക്കുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ അങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പഠിക്കണം. പോസ്റ്റ് പാൻഡമിക് ജനറേഷൻ കൂടിയാണ് ജെൻസി. പോസ്റ്റ് പാൻഡമിക് ജനറേഷന്റെ ഏറ്റവും പ്രശ്നമാണ് ഈ 4. അങ്ങൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്റലക്ച്വൽ ലോക്ക്ഡൗൺ. എന്താ ഇന്റലക്ച്വൽ ലോക്ക്ഡൗൺ അല്ലേ? കോവിഡ് വന്നപ്പോഴേ നമ്മള് ഒരുപാട് വൊക്കാബുലറി നമ്മൾ പഠിച്ചില്ലേ അല്ലേ? ഹോം കൺഫൈൻമെന്റ്, സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലേ? ഇതൊക്കെ നമ്മൾ അപ്പം കിട്ടിയതാണ്. അക്കാഡമിക് തലത്തിലേക്ക് കയറി വന്ന പുതിയ വാക്കുകളാണ് ഇന്റലക്ച്വൽ ലോക്ക്ഡൗൺ. എന്താ ഇന്റലക്ച്വൽ ലോക്ക്ഡൗൺ?
സീരിയസ് ആയി പഠിക്കാൻ വയ്യ. നമ്മൾ വിചാരിക്കും അവർക്ക് ഭയങ്കര കഴിവും അറിവൊക്കെ ഉണ്ടെന്ന്. സീരിയസ് ആയിട്ടുള്ള ഒരു പഠനം സാധിക്കാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ട്. അത് കോളേജിലെ പ്രിൻസിപ്പൽമാർക്ക് കറക്റ്റായിട്ട് അറിയാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വരെയുള്ള എല്ലാ സ്ഥലത്തും എല്ലാ സയൻസ് ഗ്രൂപ്പും കൂട്ടിയിട്ടുണ്ട്. ഫിസിക്സിന്റെ ഒക്കെ കഥ എന്താണെന്നറിയോ? ലാബ് വെക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ പരസ്യം വരാൻ തുടങ്ങി. ആർക്കെങ്കിലും ലാബ് വേണം, ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയ ലാബാണത്. അപ്പൊ ഗവൺമെന്റ് ആണ് ഇതിന് കാരണം പറയേണ്ടത്. എന്താ ഈ സയൻസ് പഠിക്കാൻ കുട്ടികളില്ലാത്ത എന്നതിന്റെ ഉത്തരം പറയേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ആ വർത്തമാനങ്ങളെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ ആയിരിക്കും. ഒരു കണക്ക് വെച്ച് അവർ കാര്യം പറയും. ഗവൺമെന്റിന്റെ എക്സ്പ്ലനേഷൻ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്പ്ലനേഷൻ ആയിരിക്കും. അവരെന്താ പറയാ? അവർ പറയുന്നത് കോളേജുകളുടെ എണ്ണം കൂടി, സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, അതുകൊണ്ടാണ് കുട്ടികളില്ലാത്തത് എന്ന് പറയും. പക്ഷെ നമ്മൾ പറയുന്ന സോഷ്യൽ സൈക്കോളജിസ്റ്റ് പറയും ഈ പുതിയ തലമുറയിൽ ഉണ്ടായ സൈക്കോളജിക്കൽ ജസ്റ്റിഫിക്കേഷൻ ആണ് ഇന്റലക്ച്വൽ ലോക്ക്ഡൗൺ. സീരിയസ് ആയി പഠിക്കാൻ കുട്ടികൾ തയ്യാറല്ല. +2 കഴിഞ്ഞ് വന്നിട്ട് പ്രിൻസിപ്പൾ ആയിരിക്കണം നമ്മളടുത്ത് പറയാ. എന്താ പറയാന്നറിയോ? എന്തേ പോന്നു? എനിക്ക് പഠിക്കണം. എന്തിനു പഠിക്കണം? അറിഞ്ഞൂടാ സാറേ, നിങ്ങൾ പറഞ്ഞു തരുമോ? ഏറ്റവും എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റിയ സാധനം ഇവിടെ ഉണ്ടോ എന്ന് സാധനം എന്ന് ചോദിക്കണം. എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റിയ വല്ലതും നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിലെല്ലാം ഈ കുട്ടികളുടെ എണ്ണം കുറയാൻ കാര്യം അണ്ടർസ്റ്റാൻഡ് ദേ ആർ ദ പോസ്റ്റ് പാൻഡമിക് ജനറേഷൻ. ഏതാ? അതായത് ഇന്റലക്ച്വൽ ലോക്ക്ഡൗൺ. രണ്ടാമത്തെ മാനസികമായ പ്രശ്നമാണ് ഏത്? പോസ്റ്റ് കോവിഡ് സ്റ്റുഡന്റ് സൈക്കോളജിയുടെ പുസ്തകങ്ങൾ 2 മാർക്കറ്റിലുണ്ടോ എന്ന് എടുത്ത് വായിച്ചു നോക്കണം അല്ലെ? അവരുടെ മാനസികാവസ്ഥ ഒന്ന് പഠിച്ചിട്ട് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പ്രശ്നമാണ് ഇത് കോഗ്നിഷൻ ലീക്കേജ്. കോഗ്നിഷൻ ലീക്കേജ് എന്ന് പറയുന്നത് എന്താ? ഒരു കുട്ടിക്ക് വളർന്നു വരുമ്പോൾ അവനവന്റെ കഴിവുകളെ കുറിച്ച് നല്ല ധാരണ വേണം. നല്ല ധാരണ വേണ്ടേ? ഇത് അവന്റെ അടുത്ത് പറയാം നിനക്ക് പറ്റൂടാന്ന് പറയുമ്പോൾ ഇല്ല ടീച്ചറെ എനിക്ക് പറ്റില്ല, അത് ഓൾക്കേ പറ്റൂ, അത് അവനെയും പറ്റൂ, എനിക്കത് പറ്റൂല. സ്വന്തം കഴിവുകളെ കുറിച്ചുള്ള ആ കോഗ്നിഷൻ ലീക്കേജ്, മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്ന സൈക്കോളജിയുടെ വലിയൊരു സാധനമാണ്. എനിക്ക് കഴിവുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ നമുക്ക് തടുക്കാൻ പറ്റില്ല. ഹി വിൽ മേക്ക് വണ്ടേഴ്സ് ഇൻ ലൈഫ്. അവന്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും. പക്ഷെ അത് വരണില്ല. മൂന്നാമത്തേതാണ് ഡ്രീംലെസ്നെസ്. ഡ്രീംലെസ്നെസ് എന്താ? ഡ്രീംലെസ്നെസ് എത്തിപ്പിടിക്കാനും ചെന്ന് ചേരാനും ഒരു മോഹങ്ങളില്ലെങ്കിൽ എന്താ അവസ്ഥ? Trying to teach the students without dreams is just like beating the cold iron. അങ്ങനെ പറയാം. മനസ്സിൽ എത്തിച്ചേരണം, ഒരു സ്ഥലത്ത് എത്തണം എന്ന ആഗ്രഹമില്ലാത്ത കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് മൂക്കാത്ത ഇരുമ്പിന്റെ പുറത്ത് തല്ലുന്ന ഇറ്റ് വിൽ ബൗൺസ് ബാക്ക്. അത് നിങ്ങൾക്ക് തല്ല് കിട്ടും, നമ്മുടെ നെറ്റിയിൽ ഇങ്ങോട്ട് അടിക്കും. അത് ശരിക്കും നമ്മൾ അറിയുന്നുണ്ട് ഇങ്ങോട്ട് തല്ല് കിട്ടുന്നത്. ആകെയുള്ളത് എന്താണെന്നറിയോ? ആകെയുള്ളത് എന്താ? The art of doing nothing. How deep it is, how deep the usage is. The art of doing nothing. അല്ലേ? 1-2 ദിവസം ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നാലും ഒരു വിഷമമില്ല. ഇനി നിങ്ങളൊന്ന് കൂട്ടി വായിച്ചേ. 3 മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസം ഗൗരവകരമായി പഠിക്കാൻ അറിയാത്ത, എനിക്കിന്നാലിൻ്റെ കഴിവുകളെന്ന് തിരിച്ചറിയാത്ത, എത്തിച്ചേരാൻ ഒരു മോഹം മനസ്സിലില്ലാത്ത, രാവും പകലും വെറുതെ ഇരിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു തലമുറ പോസ്റ്റ് പാൻഡമിക് ജനറേഷന്റെ പ്രശ്നമാണ്. അതും ജെൻസിയും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂടിച്ചേരുമ്പോ എന്താവും? ജെൻസി ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് പറയാം, ഇത് ടീച്ചർമാരെ എഴുതി വെച്ചോ. ജെൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഡെമോഗ്രഫിക് പോപ്പുലേഷൻ. പ്രായത്തിന്റെ ഒരു വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വേർതിരിക്കുന്ന ഒരു കുട്ടികളല്ല. പിന്നെ അവനെന്താ? ഇറ്റ്സ് എ കൾച്ചറൽ റെവല്യൂഷൻ, ഒരു സാംസ്കാരിക വിപ്ലവം നയിക്കുന്നവർ. അങ്ങനെ പഠിക്കാവൂ. 2, എ ടെക്നോളജിക്കൽ ട്രാൻസിഷൻ, ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് ചാടിയവർ, പുതിയ ലോകത്തിലേക്ക് ജീവിക്കുന്നവർ. 3, ആൻഡ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തിൽ വന്ന മാറിമറിയൽ, അടിമുടി മാറ്റം. ഇങ്ങനെ നമുക്ക് ഏറ്റവും ഡീപ്പ് ഡെഫിനിഷൻ ഇതാണ്.
Gen Z is a cultural revolution, a technological transition and a transformation in attitude. അങ്ങനെ ചേർത്തി വേണം പഠിക്കാൻ. നടുവിലാണ് ടെക്നോളജിയുടെ പ്രശ്നമുള്ളത്. അപ്പുറവും ഇപ്പുറവും സാൻഡ്വിച്ച് പോലെ അവരെ ഞെരുക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പഠനം കോംപ്രിഹെൻസീവ് ആവും. ഈ 3 തലക്കെട്ടിൽ അവരെ നമുക്ക് പഠിച്ചാൽ അത് കോംപ്രിഹെൻസീവ് ആവും. എങ്ങനെ? അല്ലേ, ഈ കൾച്ചറൽ റെവല്യൂഷൻ ഉണ്ടല്ലോ, ആ കൾച്ചറൽ റെവല്യൂഷനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെൻസിക്ക് ഒരു സ്പീച്ച് കൾച്ചർ ഉണ്ട്. ജെൻസി വെർനാക്കുലർ എന്ന് പറയും അല്ലെ. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. തന്ത വൈബ്, തള്ള വൈബ്, ഓറ, ഇങ്ങനെ പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതും അല്ലേ, നമ്മളൊക്കെ അങ്ങനെയാണ് വിളിക്കുക അല്ലേ. ഇങ്ങനെ പറയാ, നല്ല നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാർ അവർ പറയും ആ ടീച്ചർ ഒരു ഓളാണ്. ഇതൊക്കെ ഒരു യൂസേജ് ആണ് അല്ലെ. ഒരു പ്രത്യേക വെർനാക്കുലർ വന്നിരിക്കുന്നു. അത് പറയുന്നതിന് അവർക്കൊരു മണി. ചില വാക്കുകൾ കേട്ടാൽ നമ്മളുടെ ചെറിയ പ്രായത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനവും അറപ്പുണ്ടാക്കുന്ന വീടുമാണ്. അവരത് കൂളായിട്ട് ഉപയോഗിക്കും. വെർനാക്കുലർ മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ വരെ അല്ലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോനാണ് എൻ്റെ അടുത്ത് വാപ്പാടെ അടുത്ത് സുഹൃത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ടൈം, വാപ്പ ആ പട്ടിയില്ലേ, ആരെ കുറിച്ച് പറയുന്നത്? സ്വന്തം സുഹൃത്തിനെ കുറിച്ച് പറയാണ്. അങ്ങനെ പറയണതിൽ എന്താ കുഴപ്പം? യു ആർ റോങ്. നിങ്ങൾ വാപ്പ അങ്ങനെ ധരിക്കണോണ്ടാണ് കുഴപ്പം. നമ്മളങ്ങനെ പറയാറുണ്ട്. ആ ഒരു മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അപ്പൊ ഞാൻ ഇതെന്തിനാ പറയണമെന്ന് വെച്ചാല്, കോളേജിൽ പഠിക്കുന്ന ടീച്ചർമാർക്ക് ശരിക്കും സൈക്കോളജിക്കൽ ക്യാപിറ്റൽ വേണം. എന്താ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ? ഈ മക്കൾ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ഇതൊക്കെ ഉൾക്കൊള്ളാനൊരു മനക്കരുത്ത് വേണം. അല്ലെങ്കിൽ ഈ പണിയെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ, ഞാൻ 10-20 കൊല്ലമായിട്ട് ഈ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്നെ കണ്ടാൽ പേടിക്കാത്ത കുട്ടികളിൽ, എന്നിട്ട് ഞാൻ പോകുമ്പോഴാണ് കാലം കയറ്റിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ആകെ ബേജാറായിട്ടേ ഇടങ്ങാറായിട്ടൊന്നും കാര്യമില്ല. അതാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതാണ് ജെൻസി അല്ലേ. ഓൽക്കത് ഒരു വെർനാക്കുലർ ഉണ്ട്, ഒരു സ്പീച്ച് കോഡ് ഉണ്ട്. ആ കൾച്ചറൽ റെവല്യൂഷനാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തത് ഒരു ഡയറ്റ് കൾച്ചർ ഉണ്ട്. എന്താ ഡയറ്റ് കൾച്ചർ? ആ ഡയറ്റ് കൾച്ചർ സമൂഹത്തിലെ എവിഡന്റ് ആണ്. മന്തി നിങ്ങൾ കേട്ടോളി, മന്തിക്കട വരിക കാര്യം എന്താ? ഇറ്റ്സ് ഓൺലി ഫോർ ജെൻസി. അവരുടെ ടേസ്റ്റ് ബഡ്സ് പോലും ഡിഫറെന്റ് ആണ്. അണ്ടർസ്റ്റാൻഡ്. നമ്മൾ കപ്പയും മീൻകറിയും കൊടുത്തു നോക്കിയേ, യു ആർ ലോക്കൽ എന്ന് പറയും. നിങ്ങൾ ലോക്കലാണ്, നിങ്ങൾക്ക് ഒന്നും തിന്നാൻ പറ്റില്ല. 2 പന്ന് ഇങ്ങോട്ട് കീറിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു തക്കാളിയും വെച്ചോണ്ട് ഒരു കഴിച്ചോളാം. ഡയറ്റ് കൾച്ചറിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് വിചാരിച്ചാൽ ഹോട്ടലുകൾ ഒന്നും തുറക്കണില്ല. എന്താ കാര്യം? ജെൻസിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചോളേ. ആ സോഷ്യൽ കൾച്ചർ വരെ നമ്മൾ അറിയാതെ അൺകോൺഷ്യസ്ലി ആ ചേഞ്ച് നമുക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. 3 വാല്യൂ കോഡ്. എന്താ വാല്യൂ കോഡ്? ഒരു വാല്യൂ കോഡ് ഉണ്ട്. നമ്മൾ പറയുന്നതൊന്നും എന്തല്ല, വാല്യൂ അല്ല. അത് ഞാൻ തീരുമാനിച്ചോളാം അത് വാല്യൂ ആണോ അല്ലേ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോ, കോളേജിൽ പഠിക്കുന്ന ടീച്ചർമാര് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പകുതിയിലധികം കുട്ടികൾ എണീക്കൂല. ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കേ, ഞാൻ വരുമ്പോ നീ എഴുന്നേക്കണം എന്ന് പറഞ്ഞാലോ, ഞാൻ പൈസ എന്നിട്ടല്ലേ ടീച്ചറെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എണീക്കൂല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. ഐ പേ ഫോർ യു. നിങ്ങൾ ജീവിക്കണത് ഞാൻ തന്നിട്ടാണ്. പിന്നെ നിങ്ങൾ ഞാൻ എണീക്കൂടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. വാല്യൂ കോഡ് മാറിയിരിക്കുന്നു. നമ്മുടെ സൊസൈറ്റിയുടെ വാല്യൂ അവർക്ക് തിരിയണില്ല. ദെൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് മൈ ലൈഫ് മൈ റൂൾസ്. അത് മാതാവും പറയണ്ട, ആരും പറയണ്ട, ഞാൻ അങ്ങനെ തീരുമാനിച്ചോളും. അതിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക കൾച്ചറാണ് ഐസൊലേറ്റഡ് കോ എക്സിസ്റ്റൻസ്. എന്താ ഐസൊലേറ്റഡ് കോ എക്സിസ്റ്റൻസ്? ഒരു വീട്, 4 മുറികൾ, 4 ജീവിതങ്ങൾ. 8 കാലിയുടെ വീട് പോലെ. ഒരു 8 കാലിയുടെ ഒരു വീട്ടിൽ ഒരാളെ താമസിക്കും. ഒരു മുറിയിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ഞാനും എൻ്റെ മുറിയും എൻ്റെ ഫേസ്ബുക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാമും, അതാണ് എൻ്റെ ലോകം. എന്നിട്ട് എന്താ ഇപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുന്നത്? വീട്ടിൽ ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ ഡൈനിങ് ടേബിൾ ഷെയർ ചെയ്യും,
ഉറങ്ങാനാകുമ്പോൾ ബെഡ്റൂം ഷെയർ. ഇതല്ലാതെ ഇതിലിങ്ങനെ കുറെ ആൾക്കാർ കഴിയുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. ഇത്ര റിയാലിറ്റി അല്ലേ? നിങ്ങൾ നോക്കി, ഒരു ബ്ലൂ സൈലൻസ് സോൺ വീടുകളിലുണ്ട്. എന്താ ബ്ലൂ സൈലൻസ് സോൺ? വയസ്സായ മോന് ഒരു മുറിയിലുണ്ട്, അടച്ചിട്ടിട്ട് കുറേ സമയമായി. ഇപ്പുറത്തൊരു മോളുണ്ട്, ഓടും വാതിൽ അടച്ചിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനകത്ത് എന്താ നടക്കണമെന്ന് വെച്ചാൽ നല്ലതല്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അത് ചവിട്ടി തുറന്നിട്ട് ഇത് എന്താണ് നോക്കാനൊരു പേടി കൊണ്ട് അറിയാതെ തിരിഞ്ഞു പോവുക. ഈ അവസ്ഥയാണ് ബ്ലൂ സൈലൻസ് സോൺ. വാപ്പാരായി നിൽക്കുമ്പോഴൊക്കെ അതിനകത്തുണ്ട്. നല്ലതൊന്നല്ലോ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ചോദ്യം ചെയ്യാൻ എനിക്ക് പറ്റാത്ത ഒരവസ്ഥ, കാലാവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. ദെൻ ഫ്രാഗ്മെന്റഡ് റുട്ടീൻസ്. എന്താ ഫ്രാഗ്മെന്റഡ് റുട്ടീൻസ്? മനുഷ്യന്മാരാകുമ്പോൾ എല്ലാവരും ഒരേ സമയത്ത് എഴുന്നേൽക്കുക, ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയൊക്കെയാണ്. ഇത് നമ്മുടെ വീടുകളിലെ കിച്ചൺ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് തട്ടുദോശയുടെ കടയാണ്. ഒരാൾ ആദ്യം എണീറ്റ് വരും, പിന്നെ മറ്റേ കുറേ സമയം വരും. പണ്ടൊക്കെ ഞാനൊക്കെ ഇപ്പോഴും തന്നെ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? യാത്രക്ക് തീരുമാനിച്ചാൽ മതി. 4 മണിക്ക് യാത്ര പോവുകയാണെങ്കിൽ 3:30 എണീറ്റിട്ട് ഞാൻ ബാത്റൂമിൽ പോകും. അതെങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, അതങ്ങ് പോയിട്ടുണ്ടാവും. ഇപ്പോഴോ ഏതെങ്കിലും കുട്ടികളെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. എപ്പോഴാണോ തോന്നുന്നത് അപ്പോ. എല്ലാ താളം തെറ്റി. ഫ്രാഗ്മെന്റഡ് റുട്ടീൻസ്. ഉറക്കത്തിനുണ്ടോ? ഇല്ല. ഭക്ഷണത്തിനുണ്ടോ? ഇല്ല. എല്ലാത്തിനെയും ഫ്രാഗ്മെന്റഡ് ആണ്, ഓരോ കോലത്തിലാണ്. ദെൻ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ്. എന്താ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ്? വീട്ടിനകത്ത് കുറെ ആൾക്കാരുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും നിർബന്ധമായും കൗൺസിലർ വേണം എന്ന് നമുക്കൊക്കെ അറിയാം അല്ലെ? ഒരു കൗൺസിലർ വേണം. ആ കൗൺസിലർ ഇരിക്കുന്ന റൂമിൽ ഒരു പേരിടണം എന്ന് പറഞ്ഞിട്ട് ആ പേരിന്റെ പേരാണ് ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് റൂം അല്ലെ? സ്കൂളിലാണ് ഏത് വേണ്ടത്? മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് റൂം വേണ്ടത്. കുട്ടികൾ ഓടും, ഇടിക്കും, വീഴും ഒക്കെ ചെയ്യും. കോളേജിലെ കുട്ടികൾ അങ്ങനെ ഇടിക്കും ചെയ്യൊന്നുമില്ല. പക്ഷെ അവന് മുറിവേൽക്കുന്നുണ്ടാവും. ഏതില്? മനസ്സിന് മുറിവേൽക്കുന്നുണ്ടാവും. ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് റൂം ഉണ്ടാവണം. അവനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഒന്ന് അടക്കി ഇരുത്തി കുറച്ചു നേരം സംസാരിച്ച് റെഡിയാക്കുന്ന ഒരു മുറിയുണ്ട്. അപ്പൊ അവനിങ്ങനെ എന്താണ് അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ആരുമില്ല സാറേ. എൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അത് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഒരു ജ്യേഷ്ഠനുണ്ട്, ഒരു ജ്യേഷ്ഠത്തിയുണ്ട്, ഒരു അനിയത്തിയുണ്ട്. എന്നിട്ട് എന്താ നിനക്ക് ആരുമില്ല എന്ന് പറയുന്നത്? അല്ല സാറേ, എനിക്ക് ആരുമില്ല. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ്. ആൾക്കൂട്ടത്തിൽ അങ്ങനെ അടുത്തടുത്താണ് താമസിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധവും സ്നേഹവും ഇല്ല. പിന്നെ ഫാമിലി സോഷ്യലൈസേഷൻ അതുണ്ടാവില്ല അല്ലേ? ഇപ്പൊ മിക്കവാറും ഉള്ള കോളേജുകളിലെയും +2 ഗ്രൗണ്ടുകളിലും പുല്ല് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നത്? അതെ, +2 സ്കൂളുകളിലെ യോഗങ്ങൾ കൂടുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് ഗ്രൗണ്ടിന് വേണ്ടാന്ന് ഗവൺമെന്റ് വെക്കണം. എന്താ? ഗ്രൗണ്ടിൽ കാലും ഇറങ്ങണില്ല. ആ സമയത്ത് പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ടീച്ചർ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ, ആ ടീച്ചറുടെ കാലൊടിഞ്ഞിരുന്നെങ്കിൽ, ആ ടീച്ചർക്ക് പനി വന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കും കുട്ടികൾ. കാരണം ടീച്ചർ വന്നിട്ടെങ്കിലും ഗ്രൗണ്ടിൽ കളിച്ചോളെന്ന് അറിയും. ഇപ്പൊ ഗ്രൗണ്ടിൽ പിടിച്ചു വലിച്ചാലും ആരും കൊള്ളില്ല കുട്ടികൾ. സോഷ്യലൈസേഷൻ വളരെ വളരെ കുറവാണ്. കുടുംബത്തിൽ തന്നെ സോഷ്യലൈസേഷനുകൾ ആലോചിച്ച് നോക്കൂ. വീട്ടിലേക്ക് ഇങ്ങനെ ഒരു ആരെങ്കിലും കയറി വന്നാല് ജെൻസി അവരെ മുറിക്കണം പോകും, ഉള്ളി പോകും. എന്നിട്ട് ഈ ഗസ്റ്റ് വന്നിട്ട് പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു പുറത്ത് പോയോ എന്ന് ചോദിക്കും. എന്തേ വരാത്തതറിയോ? ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് പേടിയാണ്. എന്താ കമ്മിറ്റ്മെന്റ് പേടി? ഈ മനുഷ്യന്റെ അടുത്ത് നിന്ന് ചിരിച്ചാല് നാളെ ഇനി പുറത്തുനിന്ന് കാണുമ്പോൾ അപ്പോഴും ഈ ചക്കാനെ കാണും, അപ്പോഴും ഞാൻ ചിരിക്കണം. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം കാണിച്ചാൽ ഓൻ്റെ ഇടപെടും. അതുകൊണ്ട് അങ്ങനത്തെ കമ്മിറ്റ്മെന്റിന് ഞാനില്ല അല്ലേ? നോ പേഴ്സണൽ റിസോഴ്സസ്. പേഴ്സണൽ റിസോഴ്സ് ഇല്ല. നമുക്കറിയാം ഈ എന്താ പറയാ, മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടിയില്ലേ? മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടാൻ കാര്യം ജെൻസിയുടെ ഈ പറയുന്ന അവസ്ഥയാണ്. പേഴ്സണൽ റിസോഴ്സ് ഇല്ല. എനിക്കൊരു പ്രശ്നം വരുമ്പോ, എൻ്റെ തലയൊന്ന് ഇങ്ങനെ താഴ്ന്നു വരുമ്പോ, ഇടങ്ങേറ് കൊണ്ട് തല താഴ്ന്നു വരുമ്പോ ഒരു തോട് കൊടുക്കുക ഒരാൾ വേണ്ടേ? അപ്പോഴല്ലേ അത് ഇറങ്ങി കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഇല്ല, പേഴ്സണൽ റിസോഴ്സ് ഇല്ല. ദെൻ സൈക്കോളജിക്കൽ ഫ്യൂവൽ, മാനസികമായ ഇന്ധനം ഉണ്ടല്ലോ അല്ലേ? ഒരു മാനസികമായ ഇന്ധനമുണ്ട്. മനുഷ്യരുടെ ഇടകഴകുമ്പോൾ ഒരു കിട്ടുന്ന ഒരു ഫ്യൂവലുണ്ട്. ആ ഫ്യൂവൽ ഇല്ല അവർക്ക്. ഡിസ്പോസിബിൾ റിലേഷൻഷിപ്സ്. എന്താ ഡിസ്പോസിബിൾ റിലേഷൻഷിപ്പ്? അതെ, ഉപയോഗിക്കാൻ കളയാം.
3 മാസത്തിനകത്ത് 3 പേരോടൊപ്പം പോയ പെൺകുട്ടി എൻ്റെ ഒരു കോളേജിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 3 മാസത്തിനകത്ത് 3 ആളുടെ കൂടെ പോയി. ഓളെ പിന്നെ എന്താ ചെയ്യാൻ പറയും? ഡിസ്പോസിബിൾ റിലേഷൻഷിപ്പ്. കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കുക, അത് കളയാം അല്ലെ? അതിന്റെ വാല്യൂസ് ഒന്നും നിങ്ങൾ പറയരുത്. ഇമോഷണൽ മിനിമലിസം. എന്താ ഇമോഷണൽ മിനിമലിസം? വീട്ടിലെ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പൊ അത് കോളേജിലും ഉണ്ടാവുമല്ലോ. രാത്രി ഇങ്ങനെ അച്ഛൻ കയ്യിൽ ഇങ്ങനെ വറ്റുവാരി കഴിക്കുന്നത് പോലെ ഗുളിക കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു 18 വയസ്സുകാരൻ ഇങ്ങനെ പോവാണ്. 18 വയസ്സിലൊരു കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ വാപ്പാടെ കണക്കിൽ ഇവൻ എന്തെങ്കിലുമൊക്കെ ഒരു റിയാലിറ്റി ഓൻ അറിയാലോ. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നോക്കി ഒരൊറ്റ പോക്കാണ്. അടുത്ത് വന്നിരുന്നിട്ട് ഇത്രയൊക്കെ ഗുളിക കഴിക്കാൻ എൻ്റെ അച്ഛൻ എന്താ അസുഖം? ഇമോഷണൽ മിനിമലിസം ഇല്ല, അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല. ഇനി ഒരാൾ മരിച്ചു എന്ന് വെച്ചോ, 0 തോട്ട് ഓഫ് ഡെത്ത്, മരണം അസ്വസ്ഥപ്പെടുത്തില്ല. ഇന്നൊരാൾ മരിച്ചാൽ നാളെ ഒരു പഴയ അവസ്ഥയിലായി അല്ലേ? ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാക്കി തന്ന ആൾ ഇന്നലെ മരിച്ചിട്ടേ ഉള്ളൂ എന്ന ആ ബോധമോ ഫീലോ ഒന്നും ഇല്ല. അതിന്റെ കാരണം ഇമോഷണൽ മിനിമലിസം. അതിന് ഇമോഷൻ അവർക്ക് എന്തില്ല, വരില്ല. അപ്പൊ ഈ ഒരു കൾച്ചർ ഇവരിലുണ്ട്. ഇനി ടെക്നോളജിക്കൽ റെവല്യൂഷൻ അല്ലെ, അത് അവരിലുണ്ടാക്കിയ മാറ്റം എന്താന്ന് വെച്ചാല്, ഒരു കുട്ടി വളർന്നു വലുതായി വരുമ്പോൾ ആദ്യം എനിക്ക് കിട്ടേണ്ട സാധനം മൊബൈലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. പണ്ടൊക്കെ എനിക്കൊരു സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും, ഒരു വാച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും. ഇപ്പോ എനിക്ക് ആദ്യം വളർന്നു വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നൽകേണ്ട ഒന്നാമത്തെ പ്രൊവിഷൻ എന്തായിരിക്കണം? മൊബൈൽ ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ലൈഫ് മുഴുവൻ കിടക്കുന്നത് അതിലാണ്. ഇതൊക്കെ അവരിലുണ്ട്. ഒന്ന് വർക്ക് ടൂളാണ്, എല്ലാ ജോലിയും ഇപ്പം അതിലാണ് ഉള്ളത്, നമുക്കറിയാം. നമ്മളൊക്കെ വർക്ക് ടൂളായിട്ട് ഉപയോഗിക്കുന്നു. 2 ഹങ്കർ ബട്ടൺ. എന്താ ഹങ്കർ ബട്ടൺ? എനിക്ക് എന്തെങ്കിലും ഒരു സാധനമൊക്കെ വേണമെന്ന് പറയുമ്പോൾ മനസ്സ് സോപ്പിട്ടിട്ട് പായസം ഉണ്ടാക്കിത്താ, ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഉണ്ടാക്കിയൊന്നും രുചിയില്ല. എനിക്ക് ഈ ഭൂമിയിൽ എന്ത് രസമുള്ള ഒറ്റ ബട്ടണിൽ എൻ്റെ മുമ്പിലെത്തും. ഹങ്കർ ബട്ടൺ ഇതിനകത്ത് കിടക്കുന്നത്. 3 ഡിജിറ്റൽ ഡോർവേ. എവിടേക്ക് വേണമെങ്കിലും ഏതൊരു സ്ഥലത്തേക്ക് വേണമെങ്കിലും എനിക്ക് സഞ്ചരിക്കാൻ പറ്റും. ജേണി അറ്റ് ഫിംഗർ ടിപ്സ്. എനിക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ എനിക്ക് ടിക്കറ്റ് അവിടെ തന്നെ ബുക്ക് ചെയ്യാം. നാവിഗേഷൻ ടൂൾ. എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരാളടുത്ത് നിർത്തിയിട്ട് എവിടെയാണ് വഴി, ഇയാളെ വീട് എവിടെയെന്ന് ചോദിക്കണ്ട, അതിനകത്ത് തന്നെ വഴി പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. ദെൻ ഡിജിറ്റൽ എന്റർടൈൻമെന്റ്സ്. എനിക്ക് രസത്തിനോ ഒന്നും ആളുകളുടെ അടിയിലൊന്നും എനിക്ക് പോണ്ട, എല്ലാ രസവും ഇതിലേക്കുണ്ട്. എനിക്ക് ഫുട്ബോൾ കളിക്കണമെങ്കിൽ കൂട്ടുകാരായിട്ടുണ്ട്, എനിക്ക് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഏത് കളിയും എന്റർടൈൻമെന്റ് അതിൽ കിട്ടും. ഡിജിറ്റൽ ഫ്രണ്ട്ഷിപ്പ്. മനുഷ്യന്മാരെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട, ഡിജിറ്റൽ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മതി. ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട്. പ്ലഷർ ഓൺ ടാപ്പ്. പ്ലഷർ ഓൺ ടാപ്പ്. എന്താ പ്ലഷർ ഓൺ ടാപ്പ്? ശാരീരിക ബയോളജിക്കൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സാധനവും അതിലുണ്ട് അല്ലേ? വളരെ അടുത്ത് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിളിൽ നമ്മൾ കണ്ടത്, കല്യാണം കഴിഞ്ഞതിന് ശേഷം 1 മാസം 2 മാസം 1 കൊല്ലം 2 കൊല്ലം ഒക്കെ കഴിയുമ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ എണ്ണത്തിലെ കുറവിനെ കുറിച്ച് പറയുന്ന ഒരു സംഗതിയുണ്ട്. 50% ഇപ്പോഴേ കുറഞ്ഞു പോയിനാണ്. ആദ്യത്തെ 1 മാസം തൊട്ട് ഈ 10 കൊല്ലം കഴിയുമ്പോഴേക്കും കുറഞ്ഞു പോകുന്നു. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാല്, ഈ പറയുന്ന അൺഇമാജിനറി ശാരീരിക ബന്ധങ്ങളിൽ കണ്ടിട്ട് അതുകൊണ്ടുണ്ടാകുന്ന മാനസികാവസ്ഥയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. റിയാലിറ്റിയും ഈ ഇമാജിനേഷനും തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ശരിയായിട്ട് പോണില്ല. പിന്നെ പോക്കറ്റ് ട്യൂട്ടർ. എന്തെങ്കിലും ഒരു സംശയം വേണമെങ്കിൽ ഒരു മനുഷ്യന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കണ്ട, അതെല്ലാം അവന്റെ ഇതിലാണുള്ളത്. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. ജിമ്മിൽ പോണ്ട, ജിമ്മിൽ എൻ്റെ വയറൊന്ന് ശരിയാക്കണമെങ്കിൽ ഇതിങ്ങനെ നിർത്തിയിട്ട് അവർ കാണിക്കണ പോലെ എൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. സ്കിൽ അക്വിസിഷൻ ടൂളാണ്. ഷെഡ്യൂൾ ആൻഡ് ടാസ്ക്. എൻ്റെ എല്ലാ കലണ്ടറും എന്നെ ഓർമ്മപ്പെടുത്താനും ഒക്കെയായി ഈ മൊബൈൽ ഉള്ളത് കൊണ്ട് ലൈഫ് തന്നെ ഇതിലാണ് എന്നതാണ് ടെക്നോളജിക്കൽ റെവല്യൂഷൻ. അപ്പൊ അതില്ലാതെ ഇനി പറ്റില്ല. ഇത് മാത്രമേ പ്രശ്നമുള്ളൂ. ഏത്? ഇത് മാത്രമേ നമ്മൾ പേടിയായിട്ട് കാണേണ്ടതുള്ളൂ. ഒരു 12 വയസ്സ് വരെയൊക്കെ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാവാം. കുട്ടികളിൽ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാവും. ഇത് തന്നെ കിട്ടണം, ചോറ് വേണ്ട, ഒന്ന് ചോറ് കൊടുക്കണമെങ്കിൽ അത് വേണം
അല്ലേ? ഉറങ്ങുന്നതിന് മുമ്പ് ഇത് കണ്ടുകൊണ്ട് ഉറങ്ങണം. ഇങ്ങനെ തുടങ്ങി ഇതില്ലാതെ ഒരു കാര്യം നടക്കാത്ത ഒരു സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട്. ഇത് സെയിം രോഗമാണ്, പക്ഷേ ക്രോണിക്, മൈൽഡ് ടു ക്രോണിക്, ചെറുതിങ്ങനെ വലുതായി വികസിക്കുന്ന ഒരു സാധനമാണ്. അത് അഡോളസെന്റിലേക്ക് വരുമ്പോൾ, കൗമാരത്തിലേക്ക് വരുമ്പോൾ ബ്രൂഡിംഗ് ആവും. ഇന്റർനെറ്റ് ബ്രൂഡിങ്. എന്താ ഇന്റർനെറ്റ് ബ്രൂഡിങ്? ഇന്റർനെറ്റ് ബ്രൂഡിങ് എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾക്ക് എങ്ങനെയുണ്ട്? അടയിരിക്കുന്ന കോഴിയുടെ അടുത്തേക്ക് എങ്ങാനും വന്ന കൊത്തി വലിക്കും അല്ലേ? ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും അടുത്തേക്ക് എന്തിനപ്പം കൊണ്ട് പോന്നു? അമ്മയുടെ അടുത്ത് ചോദിക്കും, എന്തിനാ ബെല്ലടിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരൂലേ? എനിക്ക് വിശക്കുമ്പോൾ ഞാനങ്ങ് വന്നോളും. എന്നെ തട്ടുന്നത് എന്തിനാ? എന്നെ ശല്യം ചെയ്യുന്നത് എന്താ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് റെസ്പോൺസ് കൂടുമ്പോൾ അത് പിന്നെ ഇന്റർനെറ്റ് ബ്രൂഡിങ് ആവും. അതിൻ്റെ ക്രോണിക് സ്റ്റേജാണ് ഏത്? ഡേ നൈറ്റ് റിവേഴ്സൽ. രാത്രി കാലത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ കോൺഫിഡൻസ് ലെവൽ 100%. എനിക്കിനി എന്തും കാണാം, എന്തും ആസ്വദിക്കാം. എന്നിട്ട് നേരം വെളുക്കുന്നത് വരെ ഇത് കണ്ടുകൊണ്ട് കിടക്കും. നേരം വെളുത്തിട്ട് മനുഷ്യന്മാരെല്ലാം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ചെയ്ത പാപത്തിന്റെ പേരിൽ, അഥവാ ഉള്ളിലൊരു കുത്തുള്ളത് കൊണ്ട് കോൺഫിഡൻസ് ലെവൽ 0 ആകും. 0 ആകുമ്പോൾ ഫിസിക്കൽ റെസ്പോൺസ് സ്ലീപ്പായി മാറും. ആളുകൾ എണീറ്റ് വരുമ്പോൾ ഓനാണ് ഉറങ്ങാൻ. ഇത് ഭീകരമായ ഒരു അവസ്ഥ ഉണ്ട്. ഇത് ഒറ്റപ്പെട്ടതായിട്ട് ഇപ്പം നമ്മൾ കാണുള്ളൂ. ഇത് ജനറലൈസ് ചെയ്യാൻ പോവാണ്. ഇതിന് മരുന്നുണ്ടോ എന്ന് വെച്ചാൽ മരുന്നില്ല. സെൽഫ് റെസ്ക്യൂ അല്ലാതെ ഇതിന് മരുന്നുമില്ല. ഇതിനെ മാറ്റാൻ പറ്റില്ല. അവനവൻ അവന്റെ രോഗത്തെ മനസ്സിലാക്കി സ്വയം ചികിത്സിച്ച് രക്ഷ നേടുകയല്ലാതെ വേറൊരു വഴിയില്ല. അവനവനാണ് അതിനെ ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ പേടിക്കേണ്ടതുള്ളൂ. ഇനി ഈ ആറ്റിറ്റ്യൂഡിന്റെ ട്രാൻസ്ഫോർമേഷൻ, ഇവരുടെ ആറ്റിറ്റ്യൂഡിന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതേ നോക്കൂ, നമ്മുടെയൊക്കെ കേരളത്തിന്റെ സ്റ്റൈൽ അനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. എന്താണ് ആ സ്ക്രിപ്റ്റ്? ഇന്നും നമ്മുടെ മനസ്സിലുള്ള സ്ക്രിപ്റ്റ് ആണ് എന്ത്? നല്ല ഏറ്റവും വലിയ വിദ്യാഭ്യാസ യോഗ്യത നേടണം. അത് കഴിഞ്ഞിട്ട് ഒരു പെർമനന്റ് ജോബ്, സ്ഥിരമായ ഒരാള് ഒരു ജോലി കയറി കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ റിട്ടയർ ആവുന്നത് വരെ അതേ ജോലിയിൽ തീരുക, അതാണ് നല്ലത് എന്ന ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞിട്ട് കല്യാണം, പ്രേമിക്കാനൊന്നും പാടില്ല. അച്ഛനും അമ്മയൊക്കെ കൂടെ ചേർന്നിട്ട് എനിക്കൊരു കല്യാണം അവർ നിശ്ചയിച്ചു തരണം. അറേഞ്ച്ഡ് മാരേജ് നടക്കണം. ആദ്യം ജോലി വേണം, പിന്നെ കല്യാണം വേണം, പിന്നെയോ ഒരു വീടും വേണം അല്ലേ? ഒരു വീട്, ഒരു സെറ്റിൽഡ് ലൈഫ്, ഒരു വീടൊക്കെ വേണം, ഒരു വീടൊക്കെ വെക്കണം, പിന്നെ ഒരു സെറ്റിൽഡ് ലൈഫ്. ഇതാണ് കേരളീയന്റെ ഒരു ശരാശരി ഒരു സ്ക്രിപ്റ്റ്. ഇതിലൊന്നും ആർക്ക് വിശ്വാസമില്ല? ആർക്ക് വിശ്വാസമില്ല? ജെൻസിക്ക് വിശ്വാസമില്ല. ആണ്. നിങ്ങൾ കേട്ടോ, +2 പരീക്ഷ കഴിഞ്ഞിട്ട് 35% കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് എൻട്രി ആവുന്നില്ല. അവരെവിടെയാ പോയി? ആർക്കും അറിയില്ല. അവർക്കൊരു വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? ഈ വിദ്യാഭ്യാസത്തിലൊന്നും കാര്യമില്ല, കുറച്ച് സ്കില്ല് നേടണം. എന്തോന്ന് സ്കില്ലാ കയ്യിലുള്ളത്? ഇന്ന ഒരു സ്കില്ലും ഇല്ല. അത് റിയാലിറ്റിയാണ്. സ്കില്ല് വേണം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന എഡ്യൂക്കേഷനിൽ അവർക്ക് വിശ്വാസമില്ല. പെർമനന്റ് ജോബ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാൻ പാടില്ല. ഞാനൊരു 2 കൊല്ലം എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യും, അത് കഴിയുമ്പോൾ ഞാനൊരു വേറെ ജോലിക്ക് പോകും, അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കമ്പനി പോവുക എന്ന ചിന്ത കുട്ടികളിലുണ്ട് അല്ലേ? അത് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറേ അക്കാഡമിഷ്യൻസ് അതിനെ ആക്സലറേറ്റ് ചെയ്യുന്നു. അത് അപകടം പിടിച്ച ഒരു പണിയാണ്. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? ഇനി സംഭവിക്കാൻ പോകുന്നത്, മരിക്കണത് വരെ ഏത് ജോലിയാണ് എടുക്കേണ്ടതെന്ന് അറിയാതെ അവർ മണ്ണോട് ചെയ്യും. ജൻസിക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു അപകടമാണ് അത്. ഒരു മനുഷ്യന് ഏറ്റവും എക്സ്പെർട്ടൈസ് ഉള്ള, ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകുന്ന ഒരു പണി ഉണ്ടാവും. ആ പണി തിരിച്ചറിയാതെ അങ്ങനെ മാറി പോവുക എന്ന ഒരു മാനസികാവസ്ഥയാണുള്ളത്. പിന്നെയോ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞ സാധനം കേൾക്കുമ്പോഴേ ഇടങ്ങാറാണ് അല്ലേ? ഇപ്പൊ ആണുങ്ങൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല. എന്താ കാര്യം? ഞാൻ ആണായതുകൊണ്ട് അങ്ങനെ ആദ്യം ആണിനെ പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരാൾ വലിയ ഫിലോസഫിക്കലായിട്ട് ഞാൻ ആരും പ്രേമിക്കില്ല, വിവാഹത്തിന് ശേഷമാണ് പ്രേമം വേണ്ടത് എന്നൊക്കെ ഫിലോസഫി അടിച്ച് നടന്നാൽ ബാച്ചിലറായി മരിച്ചുകൊണ്ട് വരും. കാരണം അറേഞ്ച്ഡ് അല്ലാത്ത ഒരു കല്യാണം ഇപ്പോ നടക്കണില്ല. അതിലൊരു വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. ഇനി വീടിനെ കുറിച്ച് നോക്കുമ്പോൾ കുട്ടികളിൽ നിന്ന് തന്നെ നിങ്ങൾ നോക്കിക്കോ. വീട് വെക്കുന്ന സമയത്ത്
ഏറ്റവും രസകരമായ ദിവസം എന്ന് പറയുന്നത് അതിന് തറക്കല്ലിടുമ്പോഴാണ്. തറക്കല്ലിടുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത ആൺകുട്ടിനെയും പെൺകുട്ടിനെയും കൊണ്ടുവന്നിട്ട് പറയും, അച്ഛൻ വലിയ സന്തോഷം പറയാണ്, ഇതെന്റെ മോന്റെ മുറിയാട്ടോ, ഇതെന്റെ മോന്റെ മുറിയാട്ടോ എന്ന് പറയുമ്പോൾ ഇത്രയും പോകുന്ന കുട്ടി പറയാണ്, അച്ഛൻ എന്തിനാ എനിക്ക് വീട് വെക്കുന്നത്, എനിക്ക് കാനഡയിൽ പോകാനുള്ളതല്ലേ, അല്ലേ, എനിക്ക് അമേരിക്ക പോകാനുള്ളതല്ലേ. അപ്പൊ ചെറിയ പ്രായമാകുമ്പോഴേ വിചാരിക്കുകയാണ് ജോലിക്കൊക്കെ ഒരു വീടേ വേണ്ട, അതൊക്കെ വാടകയ്ക്ക് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യത്ത് കഴിഞ്ഞ് അവിടെ അങ്ങ് മരണപ്പെട്ടു പോയാൽ മതി എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് അവർ വന്നു. സെറ്റിൽഡ് ലൈഫിനെ കുറിച്ച് പറയേ ചെയ്യരുത്, അല്ലെ, അങ്ങനെ സെറ്റിൽമെന്റ് ഇല്ല, അത് പോണോടത്ത് വെച്ച് കാണാമെന്ന ഒരു ആറ്റിറ്റ്യൂഡാണുള്ളത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട സാധനം 3 കാര്യത്തെക്കുറിച്ച് ഇവരുടെ പെർസ്പെക്റ്റീവിനെ മാനേജ് ചെയ്യലാണ് നമ്മുടെ ഏറ്റവും വലിയ പണി. പെർസ്പെക്റ്റീവ് ഇവരുടെ ഈ ചിന്താഗതിയെ കൈവെക്കുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ പണി. ഫോണ് മാറ്റി വെക്കലല്ല, അതിൽ നടത്തലല്ല നമ്മുടെ പണി. ഈ പെർസ്പെക്റ്റീവിനെ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. എന്തിനെ കുറിച്ച്? ഒന്ന്, വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അവരുടെ റോങ് പെർസെപ്ഷനെ നമുക്ക് മാറ്റിയെടുക്കണം. ജോലിയെ കുറിച്ചുള്ള റോങ് പെർസെപ്ഷനെ നമുക്ക് മാറ്റിയെടുക്കണം. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ്, ജീവിതത്തെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവും നമ്മൾ കൈവെക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്താണ് ആ പെർസ്പെക്റ്റീവ് നോക്കിയേ. അതില് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അവരുടെ പെർസെപ്ഷനെ നമ്മൾ അറിയാതെ കൈവെക്കേണ്ടത് ഈ ക്രെഡൻഷ്യൽ സ്കെപ്റ്റിസിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ക്രെഡൻഷ്യൽ സ്കെപ്റ്റിസിസം. വിദ്യാഭ്യാസ യോഗ്യതയിലും ഇംഗ്ലീഷ് അക്ഷരമാലയിലും ഒന്നും BA, BCom, PhD എന്ന് പറയുന്ന ഇതിലൊന്നും അവർക്ക് വിശ്വാസമില്ല എന്നതൊരു റിയാലിറ്റി. ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന വിശ്വാസം നിലനിൽക്കുന്നു. ഏത് കുട്ടിയും ആദ്യം പറയുന്നത് അറിയുമ്പോൾ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, വല്ല സ്കില്ലും വേണം എന്ന് പറയും. ഈ പറച്ചിൽ മാത്രമല്ല, പക്ഷേ ലോകം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഡിഗ്രികളുടെ അടിസ്ഥാനത്തിലോ അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. എല്ലാത്തിൻ്റെയും ബേസിക് ഒരു ഡിഗ്രി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സ്കെപ്റ്റിസിസം എന്ന് പറയുന്ന മാനസികാവസ്ഥയെ മുതലെടുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കുറേ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഈ +2 കഴിഞ്ഞ് 35% കുട്ടികൾ എവിടെ പോയി എന്ന് വെച്ചാൽ ഓരോ മുക്കിലും മൂലയിലും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടാലി അങ്ങനെയൊക്കെ കുറെ കോഴ്സുകൾ ഒരുക്കി, ആഡ് ഓൺ കോഴ്സുകൾ എന്ന് പറഞ്ഞ് റെയിൻബോ കോഴ്സസ് ആണ് അവർ. എന്താ റെയിൻബോ കോഴ്സസ് എന്ന് പറഞ്ഞാൽ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഭയങ്കര വർണ്ണം ഉണ്ടാവും. ഇത് കണ്ടിട്ടാണ് ഓടിയാണ് പോവുകയാണ് പാറ്റകളെ പോലെ. അത് കഴിഞ്ഞിട്ടാണ് ഡിഗ്രിക്കൊന്നും പോകാതെ വെറും ഈ 6 മാസം കോഴ്സ് കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പിന്നീടാണ് മനസ്സിലാവുക, അല്ലെ. അപ്പൊ ഇത് നമ്മൾ തിരുത്തണം. എന്താ സ്കെപ്റ്റിസിസം? എ ഫോർമൽ ഡിഗ്രി ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ എ ഫിനാൻഷ്യൽ സക്സസ്. ജോലി കിട്ടാനും പൈസ ഉണ്ടാക്കാനും ഡിഗ്രി ഒന്നും പഠിക്കണ്ട എന്ന ജൻസിയുടെ നിരുത്തരവാദിത്തപരമായ ആ പെർസ്പെക്റ്റീവിനെ നമ്മൾ മാനേജ് ചെയ്തേ പറ്റും. അതുകൊണ്ടാണ് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ പരീക്ഷയിൽ നല്ല മാർക്ക് പാസ്സാവാത്തതിന്റെ കാരണം ഈ സ്കെപ്റ്റിസിസമാണ്. ഒന്നും നേരെ ചൊവ്വേ പഠിക്കൂല. 2, ഇംപ്രാക്ടിക്കൽ ഒപ്റ്റിമിസം. എന്താ ഇംപ്രാക്ടിക്കൽ ഒപ്റ്റിമിസം? ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത അനാരോഗ്യകരമായ അവർക്കൊരു ഹോപ്പ് ഉണ്ട്, അൺഹെൽത്തി ഹോപ്പ്. അതിന് നമ്മുടെ ED ക്ലബ്ബുകൾ ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട്. ED ക്ലബ്ബുകളുടെ പ്രവർത്തനം സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. എന്താ അത്? ED ക്ലബ്ബ് ഇങ്ങനെ എല്ലാ കുട്ടികളെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി എല്ലാവരെയും കച്ചവടക്കാരാക്കാനും എല്ലാവരെയും സംരംഭകരാക്കാനും തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? കുട്ടികളെ ഫസ്റ്റ് ഇയർ കഴിയുന്നു, സെക്കൻഡ് ഇയർ കഴിയുന്നു, കുറെ പോയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ ചായക്കട തുടങ്ങി പിന്നെ 6 മാസം കഴിയുമ്പോൾ പൂട്ടണം നമ്മൾ കാണുന്നത്. അത്ര സക്സസ്ഫുൾ ആവില്ല. BBA ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. BBA പഠിക്കുന്ന ഒരു കുട്ടി 6 മാസം ഇനി അവൾക്ക് 3 വർഷം കഴിഞ്ഞ് അവൾക്ക് ഡിഗ്രി എടുത്ത് പോവാം. അപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കയറി വരുന്നത്. കയറി വന്നിട്ട് ആ കുട്ടി എൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാണ്, സാറിന് എത്ര ശമ്പളം എന്ന് ചോദിച്ചു. ഇല്ലേ, ആകെ കുടുങ്ങൂലേ? നമ്മളെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ശമ്പളം നാട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ 2 മാസം ശമ്പളം ഒരുമിച്ച് കൂട്ടിയിട്ട് ഉള്ളിൽ പറഞ്ഞു പഠിച്ചാൽ ഇത് 2 മാസത്തെ കേട്ടോ, അല്ലേ, ഇത്രേ കിട്ടുന്നു വെച്ചു. അപ്പോഴതൊരു വലിയ തുകയായി 2 മാസം കൂട്ടിയപ്പോൾ. അപ്പൊ ഈ കുട്ടി നേരെ എന്നോട് ചോദിക്കണം എന്താണെന്ന് അറിയാം, സാർ അതിലൊക്കെ 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിക്കൂടെ, എന്നെ വഷളാക്കാണ്.
ഇതൊക്കെ 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾ ഈ 30 ദിവസം കിടന്ന് പാടാപ്പാട് ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ പറയാനുള്ളത്. ഐ ഓഫർ ദ ചെയർ, ഇരിക്കാൻ പറഞ്ഞു. എന്തിനെ വെച്ച് പോന്നു എന്ന് ചോദിച്ചു. സാറേ ഞാൻ നിർത്തി പോവാണ്. എന്താ നിർത്തി പോണത്? പഠിച്ചിട്ടൊന്നും കാര്യമില്ല സാറേ. സാറിന് ഒരു 3 മിനിറ്റ് സമയമുണ്ടോ? ഉണ്ട്. എന്നാ ഈ വീഡിയോ ഒന്ന് കണ്ടേ എന്ന് വെച്ചു. അങ്ങനെ ഒരു വീഡിയോ എൻ്റെ ഫോണിലേക്ക് ഇട്ട് തരാം. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അപകടം മനസ്സിലാക്കുന്നത്. ആ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ നിങ്ങൾ വല്ലാണ്ട് പേടിക്കണം. മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഇടങ്ങേറ് ഒരുപാടാണ്. അതിന്റെ കാരണം എന്താ? ഇതിൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. അത് ഈ പറയുന്ന ആൾക്കാർ ഇൻക്രെഡിബിൾ പേഴ്സൺസ്, വിശ്വസിക്കാൻ പറ്റാത്ത വായാടികൾ വർത്താനം പറയണതോ അൺഓതന്റിക് കണ്ടന്റ്, ഒരു ശാസ്ത്രീയതയുമില്ലാത്ത വർത്താനം പറയണത് എങ്ങനെയാ? ഇൻ എ ലക്ഷൂറിയസ് വേ, ഇൻ എ കൺവിൻസിംഗ് വേ. ഇത് സത്യമാണെന്ന് പറയുന്നു. അപ്പൊ ആ ഇതിലെന്താ പറയണെന്ന് അറിയാമോ? ഈ സ്കൂളിന്റെ ഗേറ്റ് കടന്ന് സ്കൂളിൽ പോകാതെ പഠിച്ച് ജയിച്ച 3 ആളെ പേര്. അതിൽ ആദ്യം ചോദിക്കുന്നത് യൂസുഫ് അലി സ്കൂളിൽ പോയിട്ടുണ്ടോ, യൂസുഫ് അലിക്ക് ഡിഗ്രി ഉണ്ടോ എന്നാ ചോദിക്കണം. അങ്ങനെ പഠിക്കാതെ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയ 3 ആളുകളെ കാണിച്ചിട്ട് ഇതിൽ ഹരം പിടിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പോകാറുണ്ട്. അല്ല അവളെ അടുത്ത് ചോദിച്ചു എന്ത് ബിസിനസ്സാ ചെയ്യാൻ പോണത്? അത് ഏറ്റവും ഡിസൈഡ്, അത് തീരുമാനിക്കണം. എവിടെയാ ചെയ്യാൻ പോണത്? അതിപ്പോ എവിടെയെങ്കിലും ഒക്കെ നോക്കണം. പൈസ ഉണ്ടോ? അതൊക്കെ വല്ല ലോൺ കൊടുക്കണം. അഥവാ എന്ത് ബിസിനസ് ആണെന്ന് ഓൾക്ക് തീരുമാനിച്ചിട്ടില്ല. എവിടെയാണെന്ന് അറിയാം. ഓളെ കയ്യിൽ പൈസ ഇല്ല. എന്നിട്ട് ഈ ക്ലാസ് നിർത്തി പഠിക്കാൻ പോയാൽ ഓള് പട്ടിണി എടുത്ത് ചാവില്ലേല്ലോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ജെൻസിയുടെ ഇംപ്രാക്ടിക്കൽ സ്കെപ്റ്റിവിസത്തെ നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റും. ജീവിക്കാൻ വളരെ എളുപ്പമാണ്, പൈസ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കാര്യം കച്ചവടം ചെയ്താൽ മതി എന്ന വാദം ഇംപ്രാക്ടിക്കബിൾ ആണ്, നടക്കാത്തതാണ്. കച്ചവടം ചെയ്താൽ ഈസിയുള്ള കാര്യമൊന്നുമല്ല. ജീവിക്കുക എന്നുള്ളത് ഈസിയായ കാര്യമല്ല. അപ്പോൾ ആ ഒരു ഫെയിലിയറിലേക്ക് കുട്ടികൾ വരാതിരിക്കാൻ ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. 3, വെൽത്ത് ഓവർ എഡ്യൂക്കേഷൻ ബിലീഫ്, സോഷ്യൽ പെർസെപ്ഷൻ ആണ്. സൊസൈറ്റിയിൽ അവരെ കാണുന്നത് വിദ്യാഭ്യാസ യോഗ്യതക്ക് ഉള്ളവരെക്കാൾ നിലയും വിലയും ഉള്ളത് പൈസ ഉള്ളിടത്താണ് സാറേ, പിന്നെ ഞാൻ എന്തിനു പഠിക്കണം? ആ സോഷ്യൽ പെർസെപ്ഷനും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? റോങ് വേയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ ഇതിനെ അഡ്രസ് ചെയ്യാനാണ് ഇവരിങ്ങനെ ആയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അക്കാഡമിക് സിസ്റ്റവും ഇവരോടൊപ്പം നിന്നു. അപ്പൊ ഇവർ പഠിക്കൂല, ഇവർ നേരെ ചൊവ്വ ഇത് തരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ലീനിയന്റ് മാർക്സ്, നമ്മൾ മാർക്ക് കൊടുക്കേണ്ടി വന്നു. അല്ലേ നിങ്ങൾ പറ, നിങ്ങൾ പേപ്പർ നോക്കാൻ പോകാറില്ലേ? യൂണിവേഴ്സിറ്റി പറയാതെ പറയുന്നത് എന്താ? എല്ലാരും ജയിപ്പിച്ചോളിന്നാ. എല്ലാരും ജയിപ്പിച്ചോളി. ഫിസിക്സിനൊക്കെ ലാസ്റ്റ് പറഞ്ഞെന്താ അറിയാമോ? ഫിസിക്സിലെ മുഴുവൻ കുട്ടികളെ നിങ്ങൾ പാസ്സാക്കണം, അല്ലെങ്കിൽ അടുത്ത വർഷം ഒരു കുട്ടി ഉണ്ടാവില്ല. എഴുതിയിട്ടില്ലെങ്കിലും ജയിപ്പിച്ചോളിന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവരുടെ ചിന്തക്കനുസരിച്ച് മാറേണ്ടി വന്നപ്പോൾ ലീനിയന്റ് മാർക്സ് കൊടുക്കേണ്ടി വന്നു. 2, ഗ്രേഡ് ഇൻഫ്ലേഷൻ. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് A+ ഗ്രേഡൊക്കെ കിട്ടി പുറത്തു വരേണ്ടവർ വിരലിനുണ്ടാവുന്നവരെ പുറത്തിറങ്ങാവൂ, അപ്പോഴത്തിന് വില ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്തായി? എല്ലാവർക്കും ഈ ഗ്രേഡ് കൊടുക്കണു. അങ്ങനെയാണ് ഡീവാലുവേഷൻ ഓഫ് ഡിഗ്രീസ്. ഡിഗ്രി പഠിച്ച ആൾക്ക് ഒരു സാധനം അറിയാതെ വന്നു. അപ്പൊ ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ മാറി എന്നർത്ഥം. ഇനി ജോലിയെ കുറിച്ച് ഇവർക്ക് ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ. ഡിഗ്രി കഴിഞ്ഞ ഉടനെ അവർ അടുത്ത എൻട്രി ചെയ്യുന്നത് ഒരു ജോലിയിലേക്കുള്ള ജോലിയുടെ പെർസെപ്ഷനെ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് റീഡിഫൈൻഡ് പ്രൊഡക്ടിവിറ്റി, വർക്ക് ഓൺ ടാസ്ക് നോ ടൈം. ഇതാണ് ജെൻസിയുടെ വർക്കുമായി ബന്ധപ്പെട്ട ഒരു പെർസെപ്ഷൻ. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ അങ്ങോട്ട് ചെയ്തു തരും, അല്ലാതെ 10 മണിക്ക് ഇവിടെ വന്നിട്ട് 4 മണിക്കേ പോകാവൂന്ന് പറയുന്നത്. എനിക്ക് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും, നിങ്ങൾക്ക് പണി തന്നാൽ പോലെ എന്നതാണ്. അത് ലോകത്ത് നടക്കൂല. പറ്റുമോ? ഇല്ല. വർക്ക് ഓൺ പ്രൊഡക്ടിവിറ്റി എന്നാ പറയാ. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഞാനങ്ങനെ ചെയ്തെന്നാ മതി. അത് ഞാൻ രാത്രി ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ചെയ്യും. നിങ്ങൾ ഈ പറയുന്നത് പോലെ 10 മണിക്ക് പഞ്ച് ചെയ്യണം, 5 മണിക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കില്ല. ഇത് ഭയങ്കര ഇടങ്ങേറാണ്. രണ്ടാമത്തതാണ് ഹൈറാർക്കി പാടില്ല. എന്താ ഹൈറാർക്കി പാടില്ല? ഒരു മാനേജർ, അതിൻ്റെ താഴെ ഒരാള്, എന്നിട്ട് അയാളെ കാണുമ്പോൾ ഞാൻ എണീക്കുക, അയാളുടെ മുന്നിൽ പോയി ഞാനിങ്ങനെ വർത്താനം പറയാം. ഫ്ലാറ്റ് ആയിരിക്കണം. അങ്ങനത്തെ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യും അല്ലേ? പക്ഷേ ലോകത്തുള്ള എല്ലാ വലിയ സിസ്റ്റവും ഡെവലപ്ഡ് കൺട്രീസിലും ഹൈറാർക്കിക്കലാണ് ജോലി.
ഇവരുടെ കൂട്ടത്തിലെ കുറെ സുഹൃത്തുക്കളോടൊപ്പം പണിയെടുക്കുന്നത് പോലെയുള്ള ഒരു കാലം വന്നിട്ടില്ല. വരുമായിരിക്കാം, പക്ഷെ ഇപ്പൊ വന്നിട്ടില്ല. ഇപ്പോഴത്തെ ജെൻസി അവിടേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് കാലം എടുക്കും. മൂന്നാമത്തേതാണ് ഫ്രീഡം നോട്ട് ഡിസിപ്ലിൻ. എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം, ഡിസിപ്ലിൻ പാടില്ല. അവിടെ യൂണിഫോം പാടില്ല, അല്ലേ, ഒരു സമയനിഷ്ഠ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങിയ ചിന്താഗതി അവരിലുണ്ട്. വൺ ജോബ് ഫോർ ലൈഫ്. നമ്മളൊക്കെ പണ്ട കാലത്തെ മനുഷ്യർ മരിക്കുന്നത് വരെ ഒരു ജോലി എടുക്കണം എന്നുള്ള ചിന്ത അവർക്കില്ല. വർക്ക് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സാധനം ഗ്ലോബലാണ്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ വരുന്ന പിള്ളേരുടെ അടുത്ത് എല്ലാ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാലും അവർക്ക് എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറയും. പക്ഷെ ഇത് പറയുമ്പോഴും അവിടെ പോകാനുള്ള ഒരു സാധനവും എൻ്റെ കയ്യിലില്ല. നേരെ ചൊവ്വേ ഒരു ഫോം പൂരിപ്പിക്കാൻ അറിയില്ല, അല്ലേ, നേരെ ചൊവ്വേ അവന് വർത്താനം പറയാൻ അറിയില്ല. പക്ഷേ പ്രതീക്ഷ ഭയങ്കരമാണ്. ഗ്ലോബൽ ഡെസ്റ്റിനേഷനാണ്, പക്ഷെ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ഒരു സാധനം ഓലെടുത്തില്ല. ജോബ് ലോയൽറ്റി അല്ല, സെൽഫ് ലോയൽറ്റിയിലാണ് വിശ്വാസം. ഇപ്പൊ എൻ്റെ കോളേജിൽ തന്നെ 40% ജെൻസിയാണ് ടീച്ചർമാരുള്ളത്. വളരെ വളരെ സൂക്ഷിച്ചിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. എന്താ കൊണ്ടുപോകുന്നത്? ഒരു പ്രിൻസിപ്പൾ എന്നുള്ള രീതിയിൽ ഇവരുടെ ഭാവിയെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി നമ്മളൊന്ന് ഉപദേശിച്ചു എന്ന് വെച്ചോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒന്ന് ശബ്ദം ഉയർത്തി എന്ന് വെച്ചോ. പിന്നെ കാണാൻ പോണത് വാതിലങ്ങോട്ട് തുറന്നിട്ട് ഒറ്റടന പോയിക്കോ, ഞാൻ നാളെ മുതൽ വരൂല എന്ന് പറയും. ഞാൻ നാളെ മുതൽ വരൂല, നിങ്ങൾ ഈ വർത്താനം കേട്ടൊന്നും എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല. എന്താ വിചാരിക്കേണ്ടത്? ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, സെമസ്റ്ററിന്റെ അവസാന ഭാഗമാണ്. ഒരു ടീച്ചർ പോയാൽ ഈ കുട്ടികൾ മുഴുവടങ്ങാറാവും എന്നൊരു ജോബ് ലോയൽറ്റി ഇല്ലേ? അതില്ല. ലോയൽറ്റി എന്നോട് മാത്രമാണ്. അതൊക്കെ പൊട്ടണം. അതൊക്കെ പൊട്ടി ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയിലേക്ക് ഇവരുടെ പെർസെപ്ഷനെ നമുക്ക് കൊണ്ടുവരണം. ഈ കൺസീൽഡ് റിയാലിറ്റി നമുക്കൊക്കെ അറിയാവുന്ന, നമ്മൾ ബോധപൂർവം മൂടി വെച്ചൊരു സത്യമാണിത്. നമ്മളുടെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഈ മൂന്നും ഇല്ല. ഏതില്ല? നോളജ് റെസ്യൂമേ ഇല്ല. നോളജ് റെസ്യൂമേ. അക്കൗണ്ടൻസി ആണ് പഠിച്ചെങ്കിൽ അവന് കുറച്ച് കണക്കറിയട്ടെ. സൈക്കോളജിയാണ് പഠിച്ചെങ്കിൽ ഒരു കുറച്ച് മനഃശാസ്ത്രം അറിയട്ടെ. ഇംഗ്ലീഷാണ് പഠിച്ചവന് കുറച്ച് ഇംഗ്ലീഷ് അറിയണ്ടേ. ഇത് എന്ത് പഠിച്ചിട്ട് പോലും ആർക്കും ഒന്നും അറിയില്ല. നോളജ് റെസ്യൂമേ ഇല്ലാതെ വരുന്നു. സ്കിൽസ് റെസ്യൂമേ ഇല്ലാതെ വരുന്നു. സ്കില്ല് എന്ന് പറയാൻ മൊബൈൽ കളിക്കൽ മാത്രമല്ല സ്കില്ല്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ജോലി എടുക്കാൻ പോകുമ്പോൾ ആദ്യം വേർഡ് എക്സലാണ് കൊടുക്കുന്നത്. അതൊന്ന് ചെയ്താൽ പറയും, ഈ ലെറ്റർ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യും. ഞാൻ എഞ്ചിനീയർ ആണ്, എന്തിന് എനിക്ക് വേർഡ് അറിയണം എന്ന് വെച്ചാൽ സംഗതി തീർന്നു. സ്കിൽ ക്യാപിറ്റൽ വേണം. സ്കിൽ റെസ്യൂമേ ഇല്ല. പിന്നെയോ ഇന്നർ റെസ്യൂമേ ഉണ്ടോ? ആൾക്കൂട്ടത്തിലും മനുഷ്യനോടൊപ്പം ജോലി ചെയ്യാനൊരു നല്ലൊരു സ്വഭാവമൊക്കെ വേണ്ടേ? ഇണങ്ങാനും ഇണക്കാനും കഴിയണ്ടേ? ജോലി നന്നായിട്ട് സസ്റ്റൈനബിലിറ്റി വേണമെങ്കിൽ ഇണങ്ങാനും ഇണക്കാനും വരണം. എനിക്ക് മറ്റൊരാളടുത്ത് ഇണങ്ങുകയും ചെയ്യണം, ഓനെ എനിക്ക് ഇണക്കുകയും ചെയ്യണം. അപ്പോഴേ ഈ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെയോ എംപ്ലോയബിലിറ്റി സ്കിൽ സെറ്റ്. ജോലി കിട്ടണമെങ്കിൽ ഒരു എംപ്ലോയബിലിറ്റി സ്കിൽ സെറ്റ് ഉണ്ട്. ഇതൊന്നുമില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. 4 പേര് ഒരു ഇന്റർവ്യൂവിന് പോയി. 4 പേര് ഇന്റർവ്യൂവിന് പോയി. ആകെ 4 പേരേ ഉള്ളൂ. വാച്ച് നോക്കി ഇങ്ങനെ ഇരുന്നു. ഓരോരുത്തരെ ഓരോ നോക്കി ഉള്ളിക്ക് കയറ്റി. ഓരോരുത്തരിങ്ങനെ സെക്കൻഡ് കണക്കെ പോയി വന്നു. അതിൽ അവസാനം ചെന്ന ആളെടുത്ത് ആ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ. എന്താ ചോദിച്ചെന്ന് അറിയുമോ? 9 into 9 എത്ര എന്ന് ചോദിച്ചു. 9 into 9 എത്ര? അത് അവസാനത്തോൻ പറഞ്ഞു 99. അത് ലോജിക്കലായിട്ട് പറഞ്ഞതാണ്. 9 into 9 എന്ന് പറയുമ്പോൾ അത് 99 ആയിരിക്കും. അതിന് ലോജിക്ക് ഉണ്ടല്ലോ. 9 അടുത്ത് വെച്ചു. ഇത് പറഞ്ഞ ഉടനെ എംപ്ലോയർ പറഞ്ഞു, നിനക്ക് ജോലി കിട്ടിയെന്നോ. പുറത്തിറങ്ങിയിട്ടോ കാൽക്കുലേറ്റർ അടിച്ചപ്പോഴാണ് എങ്ങനെ നോക്കാതെ പട്ടികയൊന്നും പറയില്ല, ടേബിളൊന്നും അറിയില്ല. ഓ മൊബൈലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ പഠിച്ചവനെ തെറ്റിയിരിക്കണോ. പക്ഷെ എനിക്ക് ജോലി കിട്ടി. പിറ്റേ ദിവസം ജോലിക്ക് വന്നിട്ട് ഉള്ളിൽ ഭയങ്കര ഇടങ്ങാറ്. ഈ തെറ്റ് പറഞ്ഞ എന്നെ എന്തിനാണ് എടുത്തത്? അവസാനം 5 മണിയായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇന്റർവ്യൂ ചെയ്ത ആളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സാറേ എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ്. ഈ നുണ തെറ്റ് പറഞ്ഞിട്ടും നിങ്ങൾ എനിക്ക് എങ്ങനെയാണ് ജോലി തന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ കാര്യമായിട്ട് പറയാണ്, എന്ത്, യു ആർ വെരി ലോജിക്കൽ, യുവർ ആൻസർ വാസ് ദ ക്ലോസസ്റ്റ് ടു ദ റൈറ്റ് ആൻസർ. എന്ന് വെച്ചാ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും ചോദിച്ചത് ഈ ഉത്തരാണ്, ഈ ചോദ്യമാണ്. 9 into 9 എത്ര?
ബാക്കിയുള്ളവരൊക്കെ 300-500 പറഞ്ഞത്. യഥാർത്ഥ ഉത്തരത്തോട് അല്പമെങ്കിലും അടുത്ത് വന്നത് എൻ്റെ ഉത്തരാണ്. അപ്പോഴും നീ പറഞ്ഞപ്പോൾ 9 into 9 99 എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഇത് തമാശക്ക് പറയുന്നതല്ല. ഇറ്റ്സ് റിയാലിറ്റി. ഇറ്റ്സ് റിയാലിറ്റി അല്ലെ? ജെൻസിനെ നമ്മൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എതിരഭിപ്രായം ഉണ്ടായിരിക്കും. എൻ്റെ ഈ സ്ലൈഡിൽ എവിടെയും ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ടോ? അത് ഇല്ല. ഫുൾ സ്റ്റോപ്പ് ഇടാത്തത് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കണില്ല. പക്ഷേ എൻ്റെ വിശ്വാസം ഞാൻ പറയും. ഒരു സെമിനാറിനകത്ത് അങ്ങനെ തന്നെയാണ്. ഇനി 4-5 ആൾക്കാർ ഇവിടെ വരും. ചിലപ്പോൾ ഇതിൻ്റെ നേർ വിപരീത ദിശയിൽ അവർ സംസാരിച്ചിരിക്കും. അതെല്ലാം കേട്ട് കേട്ട് കൺക്ലൂഷനിൽ എത്തേണ്ട ആൾക്കാരാരാണ്? നിങ്ങളാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുക, കേൾക്കുക എന്നതാണ് ഒരു സെമിനാറിൻ്റെ ഒരു സംഗതി. അപ്പോൾ എൻ്റെ അൾട്ടിമേറ്റ് ആണ് എന്ന വിശ്വാസം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഇതിൽ ഫുൾ സ്റ്റോപ്പ് കാണാത്തത്. 2, പവർ പോയിന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സെന്റൻസ് പൂർത്തിയാക്കി എഴുതാൻ പാടില്ല അല്ലെ? പവർഫുൾ പോയിന്റ്സ് മാത്രമേ അതിന് എഴുതാവൂ. സെന്റൻസ് ഇതിനകത്ത് ഉണ്ടാവില്ല. സെന്റൻസ് ഇട്ടാൽ പിന്നെ ഞാൻ എന്തിടേണ്ടി വരും? ഒരു കുത്തിടേണ്ടി വരും അല്ലെ? ഇനി എന്താണ് എംപ്ലോയബിലിറ്റി സ്കിൽ സെറ്റ് എന്നാണ്? ലോകത്ത് എണ്ണപ്പെട്ട എംപ്ലോയബിലിറ്റി സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ഈ 7 ഇനി ഇല്ലാത്തവന് ജോലി കിട്ടില്ല. അവർ ഒറ്റക്ക് ജോലി തുടങ്ങേണ്ടി വരും. ഒറ്റക്ക് കമ്പനി തുടങ്ങി വേറെ ആളെ എടുക്കാനേ പറ്റുള്ളൂ. ഇത് കുട്ടികളില്ലാതെ എത്ര ഡിഗ്രി കൊടുത്താലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, 4 വർത്താനം പറയാൻ പറ്റണം, പ്രസന്റേഷൻ സ്കിൽ വേണം അല്ലെ? മൈക്രോ പ്രസന്റേഷൻ അങ്ങനെയല്ലേ നമ്മളെ കുട്ടികൾക്ക് പറ്റുള്ളൂ. വളരെ ചെറിയ സമയത്തിനകത്ത് കുറെ കാര്യങ്ങൾ പറയണം. ടെക്നോളജിക്കൽ സ്കിൽസ്, ഇന്റർപേഴ്സണൽ, ടീം ബിൽഡിംഗ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇതൊക്കെ ഉണ്ടാവുമ്പോഴേ ഒരാൾക്ക് ജോലി കിട്ടുള്ളൂ എന്നർത്ഥം. ഇനി ഷഹബാസിന്റെ കണ്ണിലേക്കപ്പോൾ മറ്റു പോയിച്ചിട്ടുള്ള ഒറ്റ ഇടിക്ക് അവരുടെ കണ്ണു തെറിച്ചു. വയലൻസ്. പിന്നെ രണ്ടാമതെന്താ? നാർക്കോട്ടിക്സിൽ നിന്ന് മൂന്നാമതെന്താണ് സാധനമാണിത്? ഈ സാധനം സെക്ഷൽ ലിബറലിസം. അതിലാണ് ആകെ ആനന്ദമുള്ളത്. എന്താ സെക്ഷൽ ലിബറലിസം? ബോഡി എക്സ്പെരിമെന്റ്സ്. നാർക്കോട്ടിക്സ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ എല്ലാ സാധനങ്ങളെയും എക്സ്പെരിമെന്റ് ചെയ്യണം. ബോഡി എക്സ്പെരിമെന്റ്സ് അല്ലെ? അത് നാൽക്കാലികളെ പോലെ ആവുക എന്നുള്ള അവസ്ഥയിലേക്ക് ക്യാമ്പസുകൾ എത്തിയിട്ടുണ്ടെന്ന് ഫസ്റ്റ് ഇയറിൽ കുട്ടികൾ ചോദിക്കുന്നത് എന്താ പറയുന്നത്? ഫസ്റ്റ് ഇയറിൽ വന്നവരുടെ പെൺകുട്ടികൾ ആൺകുട്ടികളോട് ചോദിക്കുന്നത്, ആൺകുട്ടികൾ പെൺകുട്ടികളോട് ചോദിക്കുന്നത് അവരെ വെർജിൻ ആണോ അല്ലെ? വെർജിൻ ആണെങ്കിൽ ബ്രേക്ക് ദ സ്റ്റാറ്റസ്, ഇറ്റ് ഈസ് ഷെയിം. അയ്യേ, വെർജിനിറ്റി ഈസ് ഷെയിം. അത് ഷെയിമാണ്. ഇത്ര പ്രായമായിട്ട് ഇതിന്റെ സുഖം അറിഞ്ഞിട്ടില്ലേ? ബ്രേക്ക് ഇറ്റ് അല്ലെ? അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. പോയിട്ട് ഈ കൾച്ചറിനെയാണ് അവര് ബെസ്റ്റി സങ്കല്പമായിട്ട് കാണുന്നത്. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ ബോഡി എക്സ്പെരിമെന്റ് ചെയ്ത് ശാരീരികമായ സുഖങ്ങൾ അനുഭവിച്ചിട്ട് നിനക്ക് കല്യാണം കഴിഞ്ഞ് നീയും പോയിക്കോ ഞാനും പോയിക്കോ, പക്ഷെ ഇടക്കിടക്ക് നമ്മൾ വീണ്ടും കൂടും. അങ്ങനെ മരിക്കുന്നത് വരെ ശാരീരിക സുഖത്തിലേക്ക് പോകുന്ന ആ കൾച്ചറിനെയാണ് ബെസ്റ്റി സിസ്റ്റം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ ഈ 7ാം ക്ലാസ്സിലെ കുട്ടി എന്റെ ബെസ്റ്റിയാണെന്ന് പറയുന്നത് പോലെയല്ല. ഇറ്റ്സ് എ കൾച്ചർ. ഇതെന്തുകൊണ്ട് ഉണ്ടായെന്ന് വെച്ചാല് ഈ മക്കളെ ഉൾക്കൊള്ളാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതാണ്. ഇപ്പൊ തീർക്കാം, പെട്ടെന്ന് തീർക്കാം. നോക്കൂ, ഇനി ഇന്ത്യയിലെ പ്രശ്നം നമ്മൾ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഔട്ടിന് കേട്ടിട്ടില്ലേ? ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുങ്ങി നിന്നിട്ട് ഇങ്ങോട്ട് കയറി വരാതെ പോയ ആൾക്കാർ, കുട്ടികൾ. അത് നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോ വരാത്തവരുടെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഓരോരായി പോയിക്കോട്ടെ, ഓരോ കുറിച്ച് ആശങ്കപ്പെടേണ്ട. അവര് കുറച്ചേ ഉള്ളൂ. പ്രശ്നം എന്ന് പറഞ്ഞാൽ കയറി വന്നിട്ട് ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തവരാണ്. പുഷ്ഡ് ഔട്ട്സ്. ശരീരം തന്നു മനസ്സ് തരാത്ത കുട്ടികൾ ഇങ്ങനെ ഇരിക്കണം. എന്താണ് ചെയ്തതെങ്കിലും എനിക്കൊന്നും അവിടെ ചെയ്യാനില്ല, നിങ്ങൾ എന്താ ചെടിയൊക്കെ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കണം കുട്ടികൾ. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമുക്ക് ഇവരെയാണ് എന്ത് ചെയ്യേണ്ടത്? എൻഗേജ് ചെയ്യേണ്ടത്. ഫിലിപ്പ് സ്കെച്ചിയുടെ 2024 ഒരു തിയറി ഉണ്ട്. എല്ലാ ടീച്ചർമാരും നിർബന്ധമായി വായിക്കണം. 5 തരം കുട്ടികൾ ക്ലാസ് റൂമിലുണ്ട്. എന്താണ് അതിലൊന്നാമത്തെ കുട്ടികള് റിബല്ലിയൻ,
നോ അറ്റൻഷൻ നോ കമ്മിറ്റ്മെന്റ്. എന്തിനാണെന്ന് തോന്നിക്കുന്നു ഓനെ അറിയില്ല. ഭയങ്കര ശല്യമാണ്. പഠിപ്പിക്കാൻ സമ്മതിക്കൂല. ഓരെന്തിനാ പറഞ്ഞത് ഓരെന്നെ അറിയില്ല. ബാക്കിയുള്ളവരും പഠിക്കാൻ സമ്മതിക്കാത്ത കുട്ടികളുണ്ടാവും. ഇതൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മ അല്ലേ? റിബല്ലിയൻ. ഈ വ്യവസ്ഥയിൽ അവൻ ഒരു ഇടങ്ങാറാണ്, ഒരു കലറാണ്. ഒന്നിനും സമ്മതിക്കൂല. രണ്ടാമത്തത് ക്രിറ്റിക്കിസം, നോ അറ്റൻഷൻ നോ കമ്മിറ്റ്മെന്റ്. ഓനെ കൊണ്ട് ഇടങ്ങാറില്ല, ഓനെ കൊണ്ട് ഓന് തന്നെ ഒരു ഗുണമില്ല. ഓങ്ങനെ വരും ഓങ്ങനെ പോകും, എല്ലാ ദിവസവും വരും. എന്നാ അവനത് പഠിക്കുകയില്ല. എന്തിനാ ഓൻ പോകുന്നത് അതുകൊണ്ടറിയില്ല. ഒരു പ്രശ്നമൊന്നുമല്ല. ഓരോ എല്ലാ ദിവസവും വരും, ഇങ്ങനെ പോകും. ഒരു ഗുണം അവരെ കൊണ്ടുണ്ടാവും. മറ്റൊരാണെങ്കിൽ വെറും ശല്യം, ഓരും ശല്യം മറ്റൊരാളെ ശല്യപ്പെടുത്തും. മൂന്നാമത്തത് റൈച്വൽ കംപ്ലയൻസ്. എന്താ റൈച്വൽ കംപ്ലയൻസ്? പരീക്ഷയൊക്കെ കൃത്യമായിട്ട് എഴുതും, എല്ലാ സാധനവും ചെയ്യും. പക്ഷെ അവൻ ഒന്നുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ അവൻ ചെയ്യില്ല. ഒന്ന് ശ്രമിച്ചാൽ വലിയ ഉയരത്തിലെത്താൻ പറ്റും. പക്ഷെ അവൻ അതൊന്നും ചെയ്യാതെ ഇടങ്ങളില്ലാതെ ടീച്ചർ പറഞ്ഞൊക്കെ വരെ ചെയ്തുകൊണ്ടിരിക്കും. 4 സ്ട്രാറ്റജിക് കംപ്ലയൻസ്. എന്താ സ്ട്രാറ്റജിക് കംപ്ലയൻസ്? ഒരാള് വില്ലനാണ്. ടീച്ചർ ഇങ്ങനെ മനസ്സിലായെന്ന് വരുമ്പോൾ ടീച്ചറോട് അടുത്ത ആളാണ്, അല്ലെ? ടീച്ചറുടെ ക്ലോസ് ആണെന്ന് വെച്ചാൽ ഒരാൾ എല്ലാ പ്രശ്നത്തിന്റെ പിന്നിലും ഓനാനുണ്ടാവും. മുന്നിൽ ഓരെ കാണുക. സ്ട്രാറ്റജിക് കംപ്ലയൻസ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കും, പക്ഷെ പ്രശ്നക്കാരനാണ്. അവസാനം എൻഗേജ്മെന്റ്. ഇതിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. ഏതാ? ഹൈ അറ്റൻഷൻ ഹൈ കമ്മിറ്റ്മെന്റ്. കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ ഇത് കഴിഞ്ഞ വർഷം 2024 നടന്ന ഒരു റിസർച്ച് പറയുന്നത് ഇപ്പോ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നല്ല വലിയ പൗരന്മാരായി വരുമ്പോഴേക്കും 2% മാത്രമേ സക്സസ്ഫുൾ ആവുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പോയി അറസ്റ്റഡ് സ്റ്റേറ്റ് ഓഫ് ദ നേഷൻ, രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടും. തിരിച്ചറിയാണ്. ഒക്കെ ഈ ഇതും കഴിഞ്ഞ് ഈ കളിച്ച് നല്ല ജോലി കിട്ടാതെ ഇടങ്ങേറായി പോകുന്ന അവസ്ഥയിലേക്ക് വരും. അത് റെഡിയാക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യണം? എൻഗേജ് ചെയ്യണം. നോക്കൂ, ജെൻസിസ് ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ഈസ് റീഷേപ്പിംഗ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വർക്ക് പ്ലേസസ് ആൻഡ് സൊസൈറ്റീസ്. ഈ മാറി മറിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം, സൊസൈറ്റി മാറണം, വർക്ക് പ്ലേസ് മാറണം. കൈമാറി തന്ന ഈ അവസ്ഥകളൊന്നും ഇനി നടക്കില്ല. നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ ഇതിനെന്താണ് ഫെനീഷ്യ? എവിടെയാണ് ഇതിന്റെ ഒറ്റമൂലി? ഈ മക്കൾ അവന് ശരിയാക്കിയെടുക്കാൻ എവിടെയാണ് ഒറ്റമൂലി എന്ന് സമൂഹത്തോട് ചോദിച്ചാൽ ഒറ്റ ഉത്തരം കിട്ടാറുള്ളൂ. എന്താ ഉത്തരം അറിയോ? എന്താ ഇവിടെയൊക്കെ പറഞ്ഞ ചർച്ചകളിൽ അങ്ങനെ പോവുള്ളൂ. ഇതെന്ത് ചെയ്യണം? ടെക്നോളജിയുടെ ഗോഡൌൺ ആക്കി ഇത് മാറ്റണമെന്ന് പറയും. ടെക്നോളജിക്കൽ ഗോഡൌൺസ്. മെനി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ടെക്നോളജിക്കൽ ഗോഡൌൺസ്. കുറെ സാധനങ്ങളും വൈഫൈയും വെച്ചാൽ ഈ കുട്ടികളെ മെരിക്കാമെന്ന് ഞാൻ ഊഹിക്കുന്നത്. കാരണം ടെക്നോളജി മാത്രം ഒരു പ്രശ്നമല്ല. എങ്ങനെയാണ് ഫെനീഷ്യ എന്താണെന്ന് ചോദിച്ചാല് ടെക് ഇവാഞ്ചലിസ്റ്റ്. ഇവരെ നമ്മളൊക്കെ പേടിക്കേണ്ടതാണ്. ടെക് ഇവാഞ്ചലിസ്റ്റ്. ഏതാ ടെക് ഇവാഞ്ചലിസ്റ്റ്? ടെക്നോളജിയെ കുറിച്ച് വാദോരാതെ സംസാരിക്കും. നമ്മുടെ നാട്ടിൽ ഈ 3 ആൾക്കാരുണ്ട്. ഏതാ? ടെക് സേവി അക്കാഡമിഷ്യൻസ്. നമ്മുടെ സിലബസുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഹെഡ്സിന്റെ തലപ്പത്ത് ടെക്നോളജി ലഹരി പിടിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരും 2 എക്ടെക് ബിസിനസ് ജയന്റ്സ്. ആയുധ കച്ചവടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചവടമുള്ളത് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ സാധനങ്ങൾ. അത് വിൽക്കാൻ പോയ ആൾക്കാരുണ്ട്. ഇവരെ റെഡിയാക്കി എടുക്കാൻ 3 യങ് സ്പീക്കർ അംബാസഡേഴ്സ്. ചില ചങ്ങായിമാരുണ്ട്. എന്ത് കൃത്രിമ ബുദ്ധിയാണ് വരുന്നത്, ഇനി ജോലി മുഴുവൻ അതിലാണ്, ടെക്നോളജിയിലാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവരോട് ചോദിച്ചാൽ ഇവര് പറയും, എന്ത് പറയും? ടെക്നോളജി ഈസ് ദ ഓൺലി ഫെനീഷ്യ ടു മിറ്റിഗേറ്റ് ഓൾ ദ ഇൽനെസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലി ടെക്നോളജിയാണ് എന്ന് ഇവർ പറഞ്ഞാണ്. അതിൽ ഒരുപാട് വിശ്വസിച്ചത് ചതിപ്പെടും. കാരണം ജൻസിയുടെ പ്രശ്നം ടെക്നോളജി മാത്രമല്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് വിദ്യാഭ്യാസ വ്യവസ്ഥ 4 തൂണിൽ ഓടണം. ഒരു തൂണിൽ ഓടൂലേ സാധനം. ഏതാ 4 തൂണ്? ഒന്നാമത്തെ തൂണ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ.
എന്തിനാണ് വിദ്യാഭ്യാസം അതെങ്ങനെയായിരിക്കണം, പഠിപ്പിക്കുന്ന ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ ഒരു തൂണുണ്ട്. ആ തൂണ് വേണ്ടേ? രണ്ടാമത്തത് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ. അതെന്താ? വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ കുഞ്ഞ് എങ്ങനെയായിരിക്കണം, സ്റ്റുഡന്റ് ആറ്റിറ്റ്യൂഡ്സ്, ഇവന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, സമൂഹത്തിന് ഗുണമുള്ളതായിരിക്കണം എന്ന് പറയുന്ന ഒരു തൂണുണ്ട്. അതും കൂടെ ഉൾപ്പെടുകയാണ്. മൂന്നാമത്തെ തൂണ് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. മാറി വരുന്ന കുട്ടികളുടെ മനഃശാസ്ത്രത്തെ പരിഗണിച്ചിട്ടാവണം എന്ന ഒരു തൂണുണ്ട്. നാലാമത്തെ തൂണല്ല ടെക്നോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ 3 തൂണും അഴിച്ചു മാറ്റി ഒരു തൂണിലാണ് സംഗതി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏത് തൂണ്? ടെക്നോളജിക്കൽ ഫൗണ്ടേഷൻ. ടെക്നോളജി മാത്രം മതി, ബാക്കിയൊന്നും നോക്കേണ്ട എന്ന അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ത്രെട്ട് 97 വന്നത്. ഇവരുണ്ടാക്കിയ ത്രെട്ടാണ്. എന്താ ഒന്നാമത്തെ ത്രെട്ട്? ടെക്നോളജി വിൽ റീപ്ലേസ് ദ ടീച്ചേഴ്സ്. ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടും എന്നാണ് പറയുന്നത്. ചെറിയ ക്ലാസ്സിലുള്ള ടീച്ചർമാരെ വേണം. പക്ഷെ AI വരുന്നതോടുകൂടെ BA എക്കണോമിക്സ് പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ നിങ്ങൾക്ക് വാങ്ങിക്കാം. BSc സൈക്കോളജി പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ നിങ്ങൾക്ക് ഒരു ചെറിയ മെഷീൻ കൊണ്ട് വാങ്ങിക്കാം. ഈ അവസ്ഥയിലേക്ക് വരുന്നവർ അപ്പൊ ഇതെങ്ങനെ വിശ്വസിക്കേണ്ടി വരും? പറഞ്ഞത് ആരാന്നറിയില്ല. ബിൽ ഗേറ്റ്സാ പറഞ്ഞത്. 36 ആകുമ്പോഴേക്കും ഇതൊന്നും ഉണ്ടാവില്ല, നമ്മളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചോദ്യം ഇതാണ്, ഈസ് ദിസ് വെരി പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ടെക്നോളജീസ്? ആണോ? വിദ്യാഭ്യാസം എന്ന് പറയുന്ന ടെക്നോളജി മാത്രമല്ല. ഇനി നമ്മൾ അങ്ങനെ ധരിക്കാതിരിക്കാനാണ് ഞാനീ പറഞ്ഞത്. എല്ലാ സ്ഥലത്തും വൈഫൈ കൊടുക്കുകയും എല്ലാവരും കമ്പ്യൂട്ടർ കൊടുക്കുകയും ചെയ്താൽ ഈ കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ധരിക്കരുത്. അങ്ങനെ പോകരുത്. ടെക്നോളജിക്കൽ ഗോഡൌണുകളാക്കരുത്. 3 എണ്ണം വേണം. എന്ത് വേണം? നമ്പർ 1 എൻഗേജ്മെന്റ് സ്ട്രാറ്റജി വേണം. അവരെ ഇവിടെ തന്നെ നമുക്ക് കെട്ടിക്കിടക്കണം. റിട്ടൻഷൻ സ്ട്രാറ്റജി. ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിയാതെ പോകരുതവർ ഇവിടെ തന്നെ കെട്ടിക്കിടക്കണം. അതിന് ക്യാമ്പസിന്റെ ക്ലൈമറ്റിനെ ട്രാൻസ്ഫോം ചെയ്യണം. ഈ 3 സ്ലൈഡുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കണം. ഇതേ നോക്കൂ, ജെൻസിയെ എൻഗേജ് ചെയ്യുമ്പോൾ 3 എൻഗേജ്മെന്റ് നടക്കണം. ഒന്ന് കോഗ്നിറ്റീവ് എൻഗേജ്മെന്റ്, ചിന്തയെ കെട്ടിടണം. അവന്റെ ബുദ്ധിയെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഈ സാധനം കൊണ്ടുവരണം. 2 ഇമോഷണൽ എൻഗേജ്മെന്റ്, സ്ഥാപനങ്ങളുമായിട്ട് മാനസികമായ അടുപ്പം സൃഷ്ടിക്കണം. ബിഹേവിയറൽ എൻഗേജ്മെന്റ്, ഞാൻ പറയുന്ന പോലെ ഒരു കേൾക്കും ചെയ്യും. അപ്പൊ നമ്മള് ഇങ്ങനെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോ ആദ്യം എൻഗേജ് ചെയ്യും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ നിന്നൊക്കെ പോകും. അപ്പൊ വീണ്ടും റീഎൻഗേജ് ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവർ ഡിസെൻഗേജ്മെന്റ് നടത്തും. അങ്ങനെ ഇങ്ങനെ കറങ്ങി നിർത്തും. ഒരിക്കലും നിരാശപ്പെടരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അവരെങ്ങനെ ശരിയാക്കുമ്പോഴും അവർ വന്നില്ലെങ്കിൽ നിരാശപ്പെടരുത്. ഇനി നമുക്ക് അവലംബിക്കാവുന്ന ഒരു സാധനം എൻഗേജ്മെന്റ് സ്ട്രാറ്റജീസ് ദാറ്റ് റിയലി വർക്ക്. ഫസ്റ്റ് ദിവസം തന്നെ ECG റൂമിൽ അവർ കയറണം. എന്താ ECG റൂം? ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ താളം നിയന്ത്രിക്കുന്ന ഹാർട്ടിന്റെ ആ ഗ്രാഫാണ് ECG. ഇതേപോലെ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഗ്രൂപ്പ്. ജോലി കിട്ടണം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു വരുന്ന മക്കൾക്ക് മാത്രമായി ജോലിയെക്കുറിച്ച് സംസാരിക്കുന്ന, ജോലിയെക്കുറിച്ച് അവന് കുറെ കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു മുറിയിലേക്ക് അവനെ കയറ്റിക്കൊണ്ടുവരണം. എവറി സിംഗിൾ ഡേ അവൻ ഈ മുറിയിലേക്ക് കയറണം. ജോലിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സെമസ്റ്ററിനെ കുറിച്ചോ പരീക്ഷയെ കുറിച്ചോ മാത്രമല്ല. അപ്പൊ അവൻ ഇന്റലക്ച്വലി ഇവിടെ എൻഗേജ് ചെയ്യും. ഇവിടെ എന്തൊക്കെ കിട്ടുന്നവരറിയും. 2 നേരത്തെ പറഞ്ഞു ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് റൂം. ഇവരിടക്കിടക്ക് ചെയ്യണം, ചിന്തയിൽ കൈവെക്കാൻ, വർത്താനം പറയണം. ഐഡിയ ലാബ്സ് വേണം. അതിനടുത്തൊരു ഐഡിയ ഉണ്ടാവും, അത് വികസിപ്പിച്ചെടുക്കാൻ ഒരു ഐഡിയ ലാബ് ഉണ്ടാവണം. ബിലോങ്ങിങ് ബെഞ്ചസ് എന്ന് പറഞ്ഞാല് അലക്ഷ്യമായി ഇന്ന് എന്തോ വർത്തമാനം പറയുന്ന ബെഞ്ചുകളാണത്. ആ ബെഞ്ചുകളിൽ നിന്നാണ് കുറെ ഐഡിയാസ്. ക്ലാസ് റൂമുകളിൽ നിന്ന് ഐഡിയ പുറത്തില്ല. 2 കൂട്ടുകാർ അലക്ഷ്യമായി ഇരിക്കുന്നത്, അതിനാണ് ബിലോങ്ങിങ് ബെഞ്ചസ് എന്ന് പറയുന്നത്. അത് പേരൊക്കെ കൊടുക്കാം, വർത്താനം പറയാം. ജോയ് കോർണേഴ്സ്. ചായ കുടിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ, നല്ല ഒരു ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള ക്യാൻറ്റീൻസ് അതിനകത്ത് ഉണ്ടാവണം. റിസർച്ച് വെയർ, വെൽനസ് ഹബ്സ്, സ്കിൽ പാർക്ക്, സോഷ്യൽ ഇമ്പാക്ട് സ്റ്റുഡിയോ. അങ്ങനെ സ്റ്റുഡിയോ ഉണ്ട്, സോഷ്യൽ ഇമ്പാക്ട് സ്റ്റുഡിയോ.
സമൂഹത്തിലേക്ക് ഇറങ്ങാനും ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള കുറെ കുട്ടികളുണ്ടാവും. അപ്പൊ അവരെ നമുക്ക് പുറത്തേക്ക് ഇറക്കാം. ലൈഫ് സ്കിൽ ക്ലിനിക് ഇങ്ങനെ ഒരു സാധനമുണ്ട്. ലൈഫ് സ്കിൽ ക്ലിനിക് എന്താ ലൈഫ് സ്കിൽ ക്ലിനിക്? ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോൾ മുഴുവൻ കുട്ടികളെയും ഡ്രൈവിംഗ് ലിറ്ററസി നമുക്ക് ഇവിടുന്ന് പഠിപ്പിച്ചെടുക്കാം. വളരെ സിമ്പിളാണ് അല്ലെ? അതിൽ ഫസ്റ്റ് ഇയർ ഡിസൈൻ ചെയ്യാം. ഒരു വണ്ടി നമ്മുടെ കൊണ്ടുവരുന്നു, അവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നു, എല്ലാ മക്കളെയും പഠിപ്പിച്ചെടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഇവരെ നമുക്കിനി കൊണ്ടുപോകാൻ പറ്റും. ഇനി റിട്ടൻഷൻ സ്ട്രാറ്റജീസ്, ഇത് ജോയിൻ ചെയ്യാൻ കോളേജിലേക്ക് വരണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ കോളേജിൽ ഉണ്ടാവണം നിർത്താം, അല്ലെങ്കിൽ വരില്ല. കുട്ടികളില്ല എന്ന് പരിതമിക്കുന്നവർ തോറ്റവരാണ്. എന്റെ കോളേജിലേക്ക് കുട്ടികൾ വരുന്നില്ല എന്ന് പറയുന്നത് തോൽവിയുടെ വർത്താനാണ്. നമ്മളാരും പറയില്ല. എന്റെ കോളേജിൽ കഴിഞ്ഞ വർഷം 100% 100%. യൂണിവേഴ്സിറ്റി തന്ന മുഴുവൻ ഇതിലും ആളുകൾ ഫില്ല് ചെയ്തിരിക്കുന്നു. വരുന്നത് കുട്ടികൾ അങ്ങനെയാണ്. +2 വരെ പാരന്റ് ചോയ്സ് ആണ്, പാരന്റ്സ് ഇടപെടാൻ പറ്റും. പക്ഷെ ഡിഗ്രി എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ചോയ്സ്, സ്റ്റുഡന്റ് ചോയ്സ് ഒരാൾ തീരുമാനിക്കുന്നത്. സോഷ്യൽ സ്നാക്സ് ഉണ്ടാവണം. സോഷ്യൽ സ്നാക്സ് എന്ന് പറയാ എപ്പോഴും ഇങ്ങനെ കൂടിക്കലരാനും പിന്നെ ഇടപെടാനുമുള്ള സോഷ്യൽ സ്നാക്സ് വേണം. ഫ്രണ്ട്സ് ഡെസേർട്ട്, ഗ്യാങ്ങുകൾ ഉണ്ടാവും, ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ റെഡിയാക്കണം. ബോസം ടോക്ക് പറയാൻ ഓരോ കുട്ടിയെയും അടുത്തറിഞ്ഞ് സംസാരിച്ച് നോക്കൂ. ഈ ജൻസി എത്ര പാവാണെന്ന് നോക്കാം. അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ബോസം ടോക്ക് നമ്മൾ കൊടുക്കാറില്ല. ക്ലോസ് കുട്ടറിയും എല്ലാവരെയും ഒരുമിച്ചിരുത്തി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കൂല. അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കൂ. സിമ്പിൾ ആയിട്ട് പഠിക്കും. ചെറിയ അൺപ്ലഗ് അവേഴ്സ് പറഞ്ഞാല് സർപ്രൈസ് ആയിട്ട് ഇന്നും വെറുതെ പോയിരുന്നോ അല്ലെങ്കിൽ അപ്പുറത്ത് പോയിരുന്നോ സ്കിൽസ് നല്ലൊരു സാധനമാണ്. 5 മിനിറ്റുള്ള സ്കില്ല് പഠിക്കാം. ചെറിയൊരു മുറിയാണിത്. ഒരു മാസത്തിലൊരിക്കൽ 2 സ്കില്ല് ഉണ്ടാവും. 5 മിനിറ്റോട് പഠിക്കാവുന്ന ഒരു സ്കില്ലാണ്. അങ്ങനെ സ്കില്ല് ഇങ്ങനെ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കണം. വാക്ക് വിത്ത് പ്രിൻസിപ്പൾ ഇതൊരു വലിയ സംഗതിയാണ്. അവനേക്കാൾ ഉയരത്തിലുള്ള എത്താത്ത ഒരാളുമായിട്ടുള്ള ഒരു 5-10 മിനിറ്റ് ഒരുമിച്ച് നടന്ന് സംസാരിച്ചത് ചായ കുടിക്കുമ്പോൾ അടിമയെ പോലെ അവൻ കീഴാൻ നമുക്ക് അറിയാൻ പറ്റുമോ? ഒരു ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റ് നടന്നാൽ മതി. വളരെ ഭംഗിയായിട്ട് അവൻ കീഴടങ്ങും. സേഫ് നൈറ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ രാത്രി കാലങ്ങളിൽ കുട്ടികളെ താമസിക്കാനൊക്കെ കൊടുക്കുക. സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാം. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. പിന്നെ മെന്ററിംഗ് എക്കോസിസ്റ്റം, നേരത്തെ സാറ് പറഞ്ഞതുപോലെ മെന്ററിംഗ് എക്കോസിസ്റ്റം കൃത്യമായിട്ട് വേണം. അഥവാ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് കുഞ്ഞാടുകളെ പോലെ അവർ പറയും. മുന്നിൽ ഒരാൾ നടക്കുന്നതിന് കുഞ്ഞാടുകളെ പോലെ കുട്ടികൾ വരുന്ന ഒരു സിസ്റ്റമാണ് മെന്ററിംഗ് സിസ്റ്റം. റിസർച്ച് എക്കോസിസ്റ്റം വേണം. പ്രൊജക്ടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഈ ചിത്രം സാറ് വെച്ചെടുക്കൂല, യൂണിവേഴ്സിറ്റി എടുക്കൂല, എല്ലാ ഭാരവും കുട്ടികളെടുക്കാം. കുട്ടികളുടെ പേര് മാറ്റി സാറിന് കൊണ്ടുവരാറാണ്. അങ്ങനെ ഉണ്ടാകരുത്. ഈ റിസർച്ചിന്റെ സ്റ്റെപ്സ് കംപ്ലയൻസ് അത് മുഴുവൻ കോളേജിൽ നിന്നുണ്ടാവണം. ടീച്ചിങ്ങിനെ മാനേജ് ചെയ്യണം. 1 ടീച്ച് 1 അസിസ്റ്റ്. ഒരു ടീച്ചർ പോയി വർത്താനം പറഞ്ഞാലും വയല് പറഞ്ഞാലും കുട്ടികൾ കേൾക്കൂല. വാർത്തകൾ വരെ 2 പേര് വായിക്കേണ്ട ഗതികളിലാണ് നാടുള്ളത്. വാർത്ത വായിക്കുമ്പോൾ 3-4 പേരെ ഇത്തരത്തിനാ ബൗൺസിങ് അറ്റൻഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലേ കേട്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ കേൾക്കൂല. അപ്പൊ ഒരു ക്ലാസ്സിൽ തന്നെ 2 ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടെങ്കിൽ ഒരേ സമയം രണ്ടാള് കയറി നോക്കൂ, എന്തൊരു രസമായിരിക്കും. ബൗൺസിങ് അറ്റൻഷൻ അവരിൽ മുഴുവൻ മാറി മാറി ചെയ്യും. ഇതൊക്കെ പഠിപ്പിച്ചാലേ ഇനി സംഗതി നടക്കുള്ളൂ. ഫൈനൽ ഇയർ പാക്കേജ് ഇവിടെ പറഞ്ഞ അവസാനിക്കും. ഫൈനൽ ഇയർ പാക്കേജ് പറഞ്ഞാൽ ഇനി നമുക്ക് ആ പാവങ്ങളാണ് കുട്ടികൾ, ഇനി നമുക്ക് ആ കുട്ടികളെ കിട്ടൂല. അവരോട് കുറച്ച് കാര്യങ്ങൾ കാണിക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ കയറേണ്ട വിളിക്കാം അല്ലെ? അപ്പൊ അവർക്ക് പ്രത്യേകമായ ഒരു പാക്കേജ് എല്ലാ വർഷവും ഉണ്ടാവണം. ക്ലോസിംഗ് ടോക്ക്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടീച്ചിങ് അല്ല, ലീഡിംഗ് ദ ജനറേഷൻ. ഈ തലമുറയെ ലീഡ് ചെയ്യലാണ്. മേക്ക് എ ചോയ്സ്. Choices are not equal. Last one, if a student fail, it is not the student who fail, but the institution fail. Take the responsibility of student failure. കുട്ടികൾ തോറ്റുപോയാൽ തോറ്റു എന്ന് നിങ്ങൾ പറയാം. അവൻ തോറ്റിട്ടില്ല, തോറ്റുപോയത് നിങ്ങളാണ്. കുട്ടിയുടെ ഉത്തരവാദിത്വം, കുട്ടിയുടെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സ്ഥാപനങ്ങൾക്ക് ധൈര്യമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.